രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തൽപുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ജഹസ്താമലകം ജ ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദാം ഏതത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാഗരി കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം. കൃഷ്ണായ തുഭ്യം നമാം
കൃഷ്ണാൽത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ കൃഷ്ണേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവാശ്രയഃ. ഹരേ കൃഷ്ണ. അപ്പോൾ ഭാരതയുദ്ധം കഴിഞ്ഞു. എല്ലാവരും ദുഃഖികളാണായത്. യുദ്ധാനന്തരം ആരും സന്തുഷ്ടരായില്ല. രാജ്യവും ഭോഗങ്ങളൊക്കെ കിട്ടി, ശത്രുക്കളൊക്കെ ഇല്ലാണ്ടായി. ഒറ്റ ശത്രു പോലും ഇനി ബാക്കിയില്ല. ഒരൊറ്റ ആൾ ബാക്കിയുണ്ടായ ആൾ ദുര്യോധനായിരുന്നു. ആ ദുര്യോധനെ ഭീമസേനൻ തുടക്കടിച്ചും വീഴ്ത്തി. അതോടുകൂടി മഹാഭാരത യുദ്ധത്തിന് തിരശ്ശീല വീണു. നിഷ്കണ്ടകമായ രാജ്യം എന്നുവെച്ചാൽ ശത്രുക്കളില്ലാത്ത രാജ്യത്തിന് അധിപനായി, ചക്രവർത്തിയായി ആര്? ധർമ്മപുത്ര മഹാരാജാവ്. പക്ഷേ അവരൊക്കെ അത്യധികം ദുഃഖിക്കുക ചെയ്തത്, സന്തോഷിക്കല്ലാതെ. അതെന്താ? പാഞ്ചാലിക്ക് 5 മക്കൾ നഷ്ടപ്പെട്ടു. കുന്തിക്ക് സ്വന്തം മൂത്ത മകൻ നഷ്ടപ്പെട്ടു, കർണൻ. പാണ്ഡവന്മാർക്ക് മൂത്ത സഹോദരൻ നഷ്ടപ്പെട്ടു. അറിവില്ലാതെ മൂത്ത ജ്യേഷ്ഠനെ കൊല്ലുന്നു. പിന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഭിമന്യു, വീരശൂര പരാക്രമശാലിയായ യുവാവായ അഭിമന്യു നഷ്ടപ്പെട്ടു. അകപ്പാടെപ്പോൾ കൗരവപക്ഷത്തിനെ പോട്ടെ, ധൃതരാഷ്ട്രൻ്റെ എല്ലാ മക്കളും മരിച്ചു. അവർക്ക് സങ്കടം തന്നെ, ദുഃഖം തന്നെ. പിന്നെ പാണ്ഡവന്മാർക്കെങ്കിലും സന്തോഷം ഉണ്ടാവണ്ടേ, അവർക്കും സന്തോഷം ഉണ്ടായില്ല. ഇതാണ് ഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ? യുദ്ധം കൊണ്ട് ആർക്കും സമാധാനം സന്തോഷമൊന്നും ഉണ്ടാവില്ല, ശാന്തിയൊന്നും ഉണ്ടാവില്ല. രണ്ടാമതൊരു സംഗതി നമ്മളെ ഓർമ്മിപ്പിക്കണം. എന്താ രണ്ടാമതൊരു സംഗതി? കൗരവന്മാര് രാജ്യവും ഭോഗങ്ങളും പിടിച്ചടക്കാൻ തെറ്റായ നയം സ്വീകരിച്ചു. എന്താ? അധർമ്മത്തിൻ്റെ പാത സ്വീകരിച്ചു. അങ്ങനെയാണ് അവർ അത് പിടിച്ചടക്കാൻ നോക്കിയത്. പക്ഷേ അവർക്കും സന്തോഷം ഉണ്ടായില്ല, അവർ നശിച്ചു. എന്നാൽ പാണ്ഡവന്മാർ ഇതിന് തന്നെയാണ് പണിയെടുത്തത്. 2 പേരും രാജ്യഭോഗങ്ങൾക്ക് വേണ്ടിയല്ലേ പടപൊരുതിയത്. പാണ്ഡവന്മാർ നല്ല മാർഗം സ്വീകരിച്ചു, ധർമ്മത്തിൻ്റെ വഴിയിലൂടെ പോയി. ഭഗവാൻ ശ്രീകൃഷ്ണനും അവർക്ക് തുണയായിട്ടുണ്ടായി. പക്ഷേ എന്നാൽ അവരെങ്കിലും ഹാപ്പി ആവണ്ടായിരുന്നു. നോക്കൂ, ചിന്താവിഷയമാണ് ഓരോരോ മുത്തുകൾ. അതൊക്കെ അവരെങ്കിലും മറ്റൊരു അധർമ്മത്തിൻ്റെ വഴിയെ പോയണ്ട്. ഇവർ ധർമ്മത്തിൻ്റെ വഴിയെ പോയവരല്ലേ. അപ്പം ഇവർ ഈശ്വരനെ ആശ്രയിച്ചവരല്ലേ, അല്ലേ? ഈശ്വരൻ എപ്പോഴും ഇവരെ കൂടെ തന്നെ ഉണ്ടായില്ലേ. എന്നിട്ടും അവർക്ക് രാജ്യം കൊണ്ടും ഭോഗം കൊണ്ടും സന്തോഷം ഉണ്ടായില്ലല്ലോ. ഇനി പറയാൻ പോണ്ട്. എപ്പോഴാണ് അടുത്ത അധ്യായത്തിൽ പറയാൻ പോണത്? അവസാനം ഇതെല്ലാവരും അനിത്യം അസുഖം ലോകം എന്ന് ബോധ്യം വന്നാൽ രക്ഷപ്പെട്ടു. അത് വരാനാണ് ഇതെല്ലാം. അത് ബോധ്യം വന്നു പണ്ഡവന്മാർക്ക്. അപ്പോൾ അതോടുകൂടിയോ അവരെല്ലാം വിട്ടു. മാം നിത്യ ആനന്ദ സ്വരൂപനായ മാം ഭജസ്വമാം എന്ന കൃഷ്ണന്റെ വാക്ക് ഗീതയിൽ പറഞ്ഞത് അവർ ശരിക്കും അനുവർത്തിച്ചു. എല്ലാം വിട്ട് മഹാപ്രസ്ഥാനം ചെയ്തു. ഭൂമിയിൽ പോയി ആ പുണ്യധാമത്തിൽ ഭഗവത് ധ്യാന നിരതരായിട്ടാണ് പിന്നീട് അവർക്കൊക്കെ സദ്ഗതി ഉണ്ടായതാണ്. അപ്പം എന്താ അത് കാരണം? പാണ്ഡവന്മാർ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ആണ് പരിശ്രമിച്ചത് അർത്ഥകാമങ്ങൾ നേടാൻ. പക്ഷെ അവിടെ പറ്റി തകരാറെന്താ? അവർ ധർമ്മം അനുഷ്ഠിച്ചത് ഈശ്വരപ്രീതിക്ക് വേണ്ടിയായിരുന്നില്ല. ഭാഗവതം എന്ത് പറഞ്ഞു? ഭാഗവതം നമ്മളെ പഠിപ്പിക്കണം എന്താ? തിരുത്തുക, നമ്മുടെ ധാരണകളെ തിരുത്തുക. നിങ്ങൾ ഈ ലോകത്തിൽ എന്തിനു വേണ്ടി, പണത്തിന് വേണ്ടിയോ പ്രതാപത്തിന് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ കീർത്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി പണിത്തോളൂ, കർമ്മം ചെയ്തോളൂ, ധർമ്മം ചെയ്തോളൂ, എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരിക്കലും ശാശ്വതമായ സമാധാനം ഉണ്ടാവില്ല, ശ്രേയസ് ഉണ്ടാവില്ല. എന്നാൽ ഇതേ കർമ്മങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ അതിൽ ഈശ്വരനെ കൂട്ടിച്ചേർക്കൂ. ഈശ്വര ആരാധനയായി, ഈശ്വര പൂജയായി, സർവേശ്വരൻ്റെ പാദങ്ങളിൽ പുഷ്പാഞ്ജലിയായി അർപ്പണമായി ചെയ്യൂ. ഇതേ കർമ്മം തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും, ഭക്തി വരുത്തും, വിരക്തി വരുത്തും, ഭഗവത് അനുഭൂതി ഉണ്ടാക്കി തരും, സാക്ഷാത്കാരം തരും, ശാശ്വതമായ ശാന്തിയും സുഖവും നേടിത്തരും എന്ന് പഠിപ്പിക്കാം. ഇവിടെയാണ് ഭാഗവത്തിൻ്റെ മഹത്വം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ എങ്ങനെയാണ് ആദ്യം ലോകത്തിൽ ജീവിക്കുക? ഭാരതത്തിൽ പറഞ്ഞ മാതിരിയാണ്.
അണ്ട് വ്യാസന് വിവരമില്ലാണ്ടല്ല ഭാരതത്തിൽ തെറ്റുപറ്റി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് മനുഷ്യന്റെ എവല്യൂഷനിലെ ഓരോ സ്റ്റേജസ് ആണ് കാണിക്കുന്നത്. ജീവൻ എത്രയോ കോടാനുകോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഇത്രയും ബുദ്ധിമാനമായിട്ടുള്ള മനുഷ്യനായി എത്തിയത്. ഈ മനുഷ്യരൂപ പരിണാമത്തിൽ എത്ര കോടി ജന്മം എടുത്തുണ്ടാവില്ലേ? വർഷങ്ങൾ എടുത്തുണ്ടാവും. ഇനിയോ ആ മനുഷ്യനിൽ നിന്ന് എത്രയോ കാലം വേണ്ടി വരും ആ മനുഷ്യന് പൂർണ്ണ മനുഷ്യനാകാൻ. വിവേക വൈരാഗ്യാദികളൊക്കെ ഉണ്ടായി അവനവനിലുള്ള ആ ദിവ്യത്വത്തെ, ഈശ്വരനെ, അവനവൻ്റെ തന്നെ സ്വസ്വരൂപമായ ആത്മാവായിരിക്കുന്ന സർവേശ്വര സാക്ഷാത്കാരത്തിലൂടെ ജീവൻ മുക്തനാവാൻ, ഈ സംസാരമോചനം നേടാൻ, ശാശ്വതമായ ശ്രേയസ് കൈവരിക്കാൻ ഇത് പഠിപ്പിക്കുക. അപ്പോൾ അതിൽ ഓരോ സ്റ്റേജാണ്. അപ്പോൾ ഒരു കാലത്ത് നമ്മളൊക്കെ എന്തിനാണ് പണിയെടുക്കണത്? നമ്മളൊക്കെ പഠിക്കുന്നതും ജോലിക്ക് പോകുന്നതിനാ കാശുണ്ടാക്കാനാണ്. അതുകൊണ്ട് ഈശ്വരൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യണ്ടോ? അതൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ കേൾക്കാൻ വരുമ്പോഴാണ് നമ്മൾ അറിയണത് തന്നെ അല്ലേ? അത് തന്നെ പലപ്പോഴും നമ്മൾ റിട്ടയർമെൻറ്റിനൊക്കെ ശേഷമായിരിക്കും ഇങ്ങനെ സത്സംഗത്തിനൊക്കെ പോണത്. അപ്പോഴാണ് അയ്യോ അങ്ങനെയാണ് ഇത്രയും കാലം ഞാൻ മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും വീടിന് വേണ്ടിയിട്ടൊക്കെയാണല്ലോ ഇത്രയും കാലം പണിയെടുത്തത്, കാശുണ്ടാക്കിയത്. എന്നാൽ ഇനി കുറച്ച് കാലം നിസ്വാർ സേവനം ചെയ്യും. ചിന്മയാ മിഷനെ പോലുള്ള സ്ഥാപനമൊക്കെ ഗുരുദേവനെ അർപ്പണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വരാർപ്പണം, സേവനത്തിന് പ്രവർത്തനം. എന്നാൽ വേഗം മനഃശുദ്ധി ഉണ്ടാവും തിരിച്ചറിവുണ്ടെങ്കിൽ. നോക്കൂ, ഇത് വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അതിൻ്റെ പരിമിതി മനസ്സിലായ മനുഷ്യൻ സത്സംഗത്തിലൂടെ ഈ ഈശ്വരൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാനും ജീവിത ലക്ഷ്യം തിരിച്ചറിയാനും അതിനു വേണ്ടിയുള്ള മാർഗം കർമ്മങ്ങളെ ഭഗവതർപ്പണമാക്കി ചെയ്യലാണ് എന്ന് മനസ്സിലാക്കാനും ഇടവരുന്നതോടുകൂടി കർമ്മങ്ങൾ തുടരണു. കർമ്മം വെടിയുന്നില്ല, പക്ഷെ ഭാവന മാറുന്നു. കർമ്മം നമ്മളെ ബന്ധിക്കുന്നില്ല, കർമ്മത്തിൻ്റെ ഫലവും നമ്മളെ ബന്ധിക്കുന്നില്ല. പിന്നെയോ കർമ്മത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും പുറകിൽ നാം വെച്ച് പുലർത്തുന്ന മനോഭാവമുണ്ടല്ലോ, അതാണ് നമുക്ക് ബന്ധനത്തിനും ദുഃഖത്തിനും കാരണമാണത്. കർമ്മം ഈശ്വരപൂജ, കർമ്മഫലം ഭഗവാന്റെ പ്രസാദം എന്നാവും ഈ കാഴ്ചപ്പാട് മാറുമ്പോൾ. ഭാഗവതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭാഗവതം വേണ്ട പോലെ മനസ്സിലാക്കുമ്പോൾ അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ പാണ്ഡവന്മാർ നല്ലവരായിരുന്നില്ലേ? ഈശ്വരൻ അവരെ കൂടെ തന്നെ ഉണ്ടായില്ലേ? അവർ ധർമ്മമല്ലേ അനുഷ്ഠിച്ചു? അധർമ്മം ഒട്ടും ചെയ്തില്ലല്ലോ. പക്ഷെ എന്തേ? അവരുടെ ധർമാചരണം ഭഗവാന് വേണ്ടിയായിരുന്നില്ലല്ലോ, വീണ്ടും നശ്വരമായ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പാണ്ഡവന്മാരെ കൗരവന്മാരെയൊക്കെ ഒരു ഉപകരണമാക്കി അഥവാ ഒരു നിമിത്തമാക്കി വെച്ചുകൊണ്ട് വ്യാസന്റെ തൂലിക മനുഷ്യ ജീവിതത്തെയാണ് വരച്ചു വെച്ചത്. ഇങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ മെസ്സേജ് മനസ്സിലാവുക. അല്ലാതെ പാണ്ഡവരെയോ കൗരവരെയോ വിധിക്കാൻ നമുക്കെന്തധികാരം? അവരൊക്കെ നമ്മളെക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആയ ആൾക്കാരാ, എത്രയോ ശ്രേഷ്ഠന്മാരെന്ന് പറയാൻ വേണം അല്ലേ? അല്ലെങ്കിൽ അവരുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും എപ്പോഴും. അവരുടെ കുടുംബത്തിലൊരാളെ മാതിരി കൃഷ്ണൻ ഉണ്ടായില്ലേ അവരുടെ കൂടെ? അപ്പോൾ ഇത് ഒരു പശ്ചാത്തലം. എന്നിട്ട് മനുഷ്യനുള്ള ശരിക്കും പറഞ്ഞാൽ ഇതാണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റൂ ഭാവന എന്നാണ് ഓർമ്മിപ്പിച്ചതെന്നർത്ഥം. അത് കഴിഞ്ഞു മരിച്ചവരൊക്കെ വലിയ സങ്കടമായി. അവരൊക്കെ ഭഗവാൻ ഓരോരോ ഉപദേശങ്ങളെ കൊടുത്ത് സമാധാനിപ്പിച്ചു. അങ്ങനെ ഭാരതയുദ്ധം കഴിഞ്ഞപ്പോൾ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് എന്താ സ്ഥിതി എന്നറിയാൻ വേണ്ടി യുദ്ധകളത്തിലേക്ക് വന്നു. അപ്പോൾ ഒരാൾ മാത്രം അവിടെ ശേഷിച്ചിട്ടുണ്ട്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ദുര്യോധനൻ കിടക്കുന്ന കാഴ്ച. ഒരു വശത്ത് കുറുക്കന്മാർ വന്ന് ആ ശരീരത്തെ കടിക്കുന്നു, വേറൊരു വശത്ത് കഴുകുകൾ കൊത്തുന്നു. ആട്ടാൻ പോലും നിവൃത്തിയില്ല. നിസ്സഹായാവസ്ഥയിൽ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ട് അങ്ങനെ തൊണ്ട വരണ്ടുകൊണ്ട് കിടക്കുന്ന ആ യജമാനൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഓടിച്ചെന്നു ഇവർക്ക് അവസാനം എന്തെങ്കിലും ചെയ്യിച്ചിട്ട് പാണ്ഡവന്മാരുടെ ശിബിരത്തിൽ ചെന്നു. ഉറങ്ങിക്കിടക്കുന്ന ദൃഷ്ടദ്യുമ്നനുണ്ട് അവിടെ, പാഞ്ചാലിയുടെ ആങ്ങള, അവനെ കൊന്നു. സേനാധിപനായിരുന്നല്ലോ. അതുപോലെ പാഞ്ചാലിയുടെ കുട്ടികളെ കൊന്നു. ബാക്കിയുള്ളവരൊക്കെ ചാവട്ടിച്ച് ആ ശിബിരത്തിൽ തീയുമിട്ടു. ബാക്കിയുണ്ടായവരൊക്കെ അതിൽ വെന്തു ചത്തു. എന്നിട്ട് ഓടി വന്നു ഈ 5 കുട്ടികളുടെ തലയെടുത്തുകൊണ്ട് ദുര്യോധൻ്റെ മുമ്പിൽ, എന്താ ശരിയാക്കിട്ടോ. ചാവാൻ പോണ ആൾക്ക് സന്തോഷം ഉണ്ടാവുമോ? അല്ലേ? ദുര്യോധൻ പോലും നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ മാത്രമേ അഭിമാനിയായ ദുര്യോധന് സന്തോഷം കൊടുക്കുള്ളൂ.
ഇത് അധർമ്മമാർഗമാണ്. ഉറങ്ങിക്കിടക്കണ ആൾക്കാരെ തലവെട്ടിയിട്ട് കൊണ്ടുവന്ന അതുകൊണ്ട് വിജയം എന്ന് പറയാൻ പറ്റുമോ? യുദ്ധം അവസാനിച്ചതിന് ശേഷം അതിനെ ശ്ലാഘിക്കല്ല, നിന്ദിച്ചു. വിവരമറിഞ്ഞു പാഞ്ചാലി അത്യന്തം ദുഃഖിതയായി. പാഞ്ചാലി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? അർജുനെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ല. ഒന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിന് പകരം ചോദിക്കാൻ ഒന്നേ പറ്റുള്ളൂ. ആരാ നിന്റെ മക്കളുടെ തല കൊയ്തത്? അവൻ്റെ ശിരസ് മുറിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കാം. എന്നിട്ട് കുട്ടിയുടെ മരണകാന്തര കർമ്മങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് നേരെ പോയി. അശ്വത്ഥാമാവ് കുതിരപ്പുറത്ത് കേടി ഓടി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴേക്കും കുതിര ക്ഷീണിച്ചു, നിലത്തിറങ്ങി ഓടി. അയാൾ ക്ഷീണിച്ചു, വേറെ വഴിയൊന്നുമില്ല. അത് അർജുനൻ പിടിച്ചാൽ കൊല്ലുന്ന് മനസ്സിലാക്കിയുള്ള അദ്ദേഹം നേരെ അറ്റ കൈ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. ഇതാണ് നമ്മൾ കണ്ടത്. ആ ബ്രഹ്മാസ്ത്ര തേജസ് ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാനാകുന്ന പ്രചണ്ഡമായ തേജസ്സോടുകൂടി അർജുനന്റെ നേരേക്ക് വന്നുകൊണ്ടിരിക്കണു. ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അവവർഗോസി സംസ്കൃതേ. ഭഗവാനെ, കരുണാമൂർത്തിയായ ഭഗവാനെ കൃഷ്ണ, അങ്ങല്ലാതെ വേറെ ആരും എനിക്ക് തുണയില്ല, ആശ്രയമില്ല. ഈ സംസാര ദുഃഖങ്ങളാവുന്ന വലിയ തീയിൽ നിന്ന് തന്നെ ആശ്രയിച്ചവരെ കരകയറ്റാൻ സാമർഥ്യമുള്ളവനാണങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഈ തേജസ്സിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ട് ഭഗവാനെ, എനിക്കറിയണില്ല അതെന്താന്ന്, എനിക്ക് മനസ്സിലാവണില്ല എന്നുള്ള പ്രതിവിധി എന്താന്ന്. അതുകൊണ്ട് ഭഗവാനെ, ഞാൻ അവിടുന്ന് എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ മനസ്സിലായി. വേത്തേദം ദ്രോണപുത്രസ്യ ബ്രാഹ്മമസ്ത്രം പ്രദർശിതം നൈവാസൗ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. വേത്ത ഭഗവാൻ മനസ്സിലായി. എന്ത്? ഇതം ദ്രോണപുത്രസ്യ ബ്രാഹ്മം അസ്ത്രം, ഇത് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് വെച്ചിട്ടുള്ള ബ്രഹ്മാസ്ത്രമാണ് എന്ന് ഭഗവാൻ ആലോചിച്ചു മനസ്സിലായി. അദ്ദേഹം പറഞ്ഞ ഉടനെ ഭഗവാൻ ആലോചിച്ചു, എന്താ അത് ഇപ്പം ആസ്ഥാനത്ത് ഇങ്ങനെ ഒന്ന് വരാൻ? അപ്പം മനസ്സിലായി, ഇത് അദ്ദേഹം ഇവരെ നശിപ്പിക്കാൻ വേണ്ടി അയച്ചിരിക്കുകയാണെന്നും. ഉടനെ ഭഗവാൻ മനസ്സിലായി, അസോ സംഹാരം ന വേദ, അവനിത് സംഹരിക്കാൻ അറിയില്ലല്ലോ. പ്രാണബാധ ഉപാസ്യതേ, അങ്ങനെയുള്ള അസ്ത്രം ഉപയോഗിക്കാൻ പാടുമോ? തിരിച്ചെടുക്കാൻ കഴിയാത്ത അസ്ത്രം ഉപയോഗിക്കാൻ പാടുമോ? ഇല്ല. പിന്നെന്താ വേണ്ട, അയാൾ ഉപയോഗിച്ചു എന്നാണെങ്കിലോ? പ്രാണബാധ ഉപാസ്യതേ, പ്രാണസങ്കടം വന്നപ്പോൾ പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിന് പ്രത്യസ്ത്രം ഉണ്ടോ? നശ്യസ്യ അന്യതമം കിഞ്ചിത് അസ്ത്രം പ്രത്യവകർശനം ജഹ്യ അസ്ത്രതേജ ഉന്നദ്ധം അസ്ത്രജ്ഞോ ഹ്യസ്ത്രതേജസാ. അസ്യ പ്രത്യവകർശനം അന്യതമം അസ്ത്രം ന. പറയാണ്, ഈ ബ്രഹ്മാസ്ത്രത്തിന് തടയാൻ അല്ലെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കാൻ വേറൊരു അസ്ത്രമില്ല. ബ്രഹ്മാസ്ത്രത്തിന് ബ്രഹ്മാസ്ത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ളതായ ഈ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ അർജുന, ബ്രഹ്മാസ്ത്രത്തെ വെച്ച് നീ ഉപസംഹരിക്കൂ. ഇയാൾക്ക് ഇത് ഉപസംഹരിക്കാൻ അറിയില്ല, നിനക്കറിയൂലോ രണ്ടിനും. അതുകൊണ്ട് നീ വേണം ബ്രഹ്മാസ്ത്രം അയച്ച് രണ്ട് ബ്രഹ്മാസ്ത്രത്തെയും ലോകം ദഹിക്കും മുമ്പ് പിൻവലിക്കാൻ, ഉപസംഹരിക്കാൻ എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് സൂതൻ പറയുകയാണ്, ഇങ്ങനെ ഭഗവാൻ അർജുനനോട് പറഞ്ഞപ്പോൾ, ശുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുന പരവീരഃ സ്പൃഷ്ട്വാവസ്ഥം പരിക്രമ്യ ബ്രാഹ്മം ബ്രാഹ്മായ സന്ധതേ. ഉടനെ ഭഗവതാ പ്രോക്തം ശുത്വാ ഫാൽഗുനഃ, ഫാൽഗുനൻ അർജുനൻ, പരവീരഃ പരന്മാരെ ഹനിക്കുന്നതിൽ വീരനായിട്ടുള്ളവൻ, ഹനിക്കുന്നവൻ, വീരഃ വീരന്മാരെ ഹനിക്കാൻ കഴിവുള്ള ആള്, അതിവീരൻ. പരവീരഃ പരന്മാരെ, ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുന്നതിൽ നിപുണനായിട്ടുള്ള അർജുനൻ. ഭഗവതാ പ്രോക്തം ശുത്വ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട സമയത്ത് ആപഹ സ്പൃഷ്ടുവ, ഉടനെ ജലം തൊട്ട് ആചമനം ചെയ്ത് ശുദ്ധി ചെയ്തതിന് ശേഷം ഭഗവന്തം പരിക്രമ്യ, ഭഗവാനെ കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്ത് വച്ച് നമസ്കരിച്ച് വെച്ച് ബ്രാഹ്മം ബ്രാഹ്മായ സന്തതേ, ബ്രഹ്മാസ്ത്രത്തെ നേരിടാൻ തൻ്റെ കൈവശമുള്ള ബ്രഹ്മാസ്ത്രത്തെ അഭിമന്ത്രിച്ചയച്ചു നർത്ഥം. സംഹത്യ അന്യോന്യമുഭയോ തേജസീ ശരസംവൃതേ ആവൃത്യ രോദസീ ഖംജ വവൃധാതേ അർക്കവന്യവത്. എന്തായി?
ഉഭയോഹോ ശരസംവൃതേ തേജസ്സി അന്യോന്യം സംഹത്യ. അവിടുന്ന് അശ്വത്ഥാമാവുടെ ബ്രഹ്മാസ്ത്രത്തിന്റെ തേജസ് ചണ്ഡകിരനെ പോലെ ഉജ്ജ്വലമായ ഉഗ്ര തേജസ് ഇങ്ങനെ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വന്നുകൊണ്ടിരിക്കുമ്പോ അർജുനനും ഇവിടുന്ന് ഒരു അസ്ത്രം. ഈ രണ്ടസ്ത്രങ്ങളും കൂട്ടിമുട്ടിയിട്ട് അതിൻ്റെ ആ ദിവ്യമായ പ്രകാശം കാലാഗ്നിയെ പോലെ സംഹാരകാലത്ത് ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? ഭൂമി 14 ലോകമുണ്ട്. അതൊരു കടുകുമണി പോലെ പാതാളത്തിൻ്റെ താഴത്തുള്ള ആദിശേഷന്റെ ഒരു ഭണത്തിലാണ് നിൽക്കണമെന്ന് പറയാം. ആ ആദിശേഷന്റെ മുഖത്തുനിന്ന് തീജ്വാലകൾ മേലോട്ട് വരും അത്രേ സംഹാരകാലത്ത്. അതിങ്ങനെ മേലോട്ട് വന്ന് ചുട്ടുകൊണ്ട് ആർക്കാർക്ക് ജീവിക്കാൻ പറ്റാണ്ടാവും. പിന്നെയോ ആ ചുട്ട ഷണ്ടകിരനായ സൂര്യന്റെ ചൂടും കൂടി കൂടിച്ചേരും, അങ്ങനെ നശിക്കും എന്നാണ്. അതായോന്ന് ആൾക്കാർ സംശയിച്ചു. ഉഭയോഹോ തേജസി, രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളും കൂട്ടിച്ചേർന്ന് അതിന്റെ തേജസ് ഭൂമിയെയും ആകാശത്തെയും മുഴുവനും പൊതിഞ്ഞു. ഭൂമിയിലും ആകാശത്തിലും മുഴുവനും ആ പ്രളയകാല അഗ്നിയെ പോലെ, പ്രളയാഗ്നി എന്നാ പറയേനെ, അതുപോലെ അത് വന്ന് നിറഞ്ഞു. എല്ലാവരും പരിഭ്രമിക്കാൻ തുടങ്ങി. എന്താ പ്രളയകാലമായോ എന്ന് എല്ലാവരും സംശയിക്കാൻ തുടങ്ങി. ദൃഷ്ട്വാസ്ത്രതേജസ്തു തയോഹോ ത്രീൻ ലോകാൻ പ്രദഹൻ മഹത് ദഹ്യമാനാ പ്രജാ സർവ സാംവർത്തകം അമം സദാം. സർവരും ലോകരും മുഴുവനും സാംവർത്തകം അമംസദാ ശങ്കിച്ചു. അമംസദ ശങ്കിച്ചു. എന്ത് ശങ്കിച്ചു? സാമർത്ഥകം പ്രളയാഗ്നിയാണോ അത്? ത്രീൻ ലോകാൻ പ്രഹതഹത്, 3 ലോകത്തെയും ദഹിപ്പിക്കാൻ പോകുന്ന ആ മഹത് അസ്ത്രതേജ, ആ മഹത്തായ ആ അസ്ത്രത്തിന്റെ തേജസ് കണ്ട് സർവരും ദഹിക്കാൻ തുടങ്ങി. സർവർക്കും വല്ലാത്ത പീഡ അനുഭവപ്പെടാൻ തുടങ്ങി. ദഹ്യമാന സർവ, എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും എല്ലാവരും ചുട്ട് പൊള്ളിയിട്ടേ ഇപ്പം മരിക്കും എന്നുള്ള നില വന്നു. ആ സമയത്ത് എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞു, ലോകം അവസാനിക്കാൻ പോവായി എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു. അത് കണ്ടപ്പോൾ അർജുനന് വലിയ സങ്കടമായി. അല്ലേ, ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ലോകം ദഹിക്കില്ലേ? അത് ജനങ്ങളുടെ കഷ്ടം കണ്ടു. പ്രജോപപ്ലവമാലക്ഷ്യ ലോകവ്യതികരം ചതം മതം ച വാസുദേവസ്യ സംജഹാരോദ്വയം. പ്രജോപപ്ലവം ആലക്ഷ്യ, അർജുനൻ കണ്ടു എന്ത്? പ്രജകൾക്കുണ്ടാവുന്ന, ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഈ തേജസ് കൊണ്ടുണ്ടാവുന്ന ആ കഷ്ടത്തെക്കുറിച്ചും ഭഗവാന്റെ വാക്കിനെയും നേരിട്ട് കണ്ടു. അതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ദഹിക്കാൻ പോണത്. വാസുദേവസ്യ മതം ച അലക്ഷ്യ, ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തെയും മനസ്സിലാക്കി. ഭഗവാൻ പറഞ്ഞെന്താ? അർജുന, അയാൾക്ക് തിരിച്ചടക്കാൻ അറിയില്ല, നിനക്ക് അറിയൂലോ, അതുകൊണ്ട് നീ ബ്രഹ്മാസ്ത്രം അയച്ച് രണ്ടിനെയും ഉപസംഹരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഭഗവാന്റെ വാക്യത്തെ ഓർത്തുകൊണ്ട് അഭിമതം അറിഞ്ഞ അർജുനൻ ദ്വയം സംജഹാര, ദ്വയം രണ്ടിനെയും, സംജഹാര ചലോ സമ്യക് ആജഹാര, രണ്ടിനെയും പിൻവലിച്ചു. മന്ത്രം ജപിച്ച് രണ്ടസ്ത്രത്തെയും പിൻവലിച്ചു. അപ്പോഴേക്കും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി വിശ്വധാമാവ്. പക്ഷേ അയാളെ പിടിക്കാനാണല്ലോ അർജുനൻ പുറപ്പെട്ടത്. തദ ആസാദ്യ തരസ ദാരുണം ഗൗതമീസുതം ബബന്ധ അമർഷതാം രാക്ഷഃ പശും രശനയായഥാം. അതിനുശേഷം അമർഷതാം രാക്ഷഃ, നേരത്തെ തന്നെ അശ്വത്ഥാമാവിന് നേരെ കോപം ഉണ്ടായിരുന്നു മക്കളെ കൊന്നതിൻ്റെ പേരിൽ അർജുന അല്ലേ? ഇപ്പോഴോ ആ കോപം ഇരട്ടിച്ചു. എന്താ? ആർക്കും തടുക്കാൻ കഴിയാത്ത ബ്രഹ്മാസ്ത്രം അയച്ച് ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ പുറപ്പെട്ടില്ലേ? അതുകൊണ്ട് അമർഷതാം രാക്ഷഃ, ക്രോധം കൊണ്ട് കണ്ണുകളൊക്കെ അങ്ങനെ കലങ്ങി ചുവന്നു. തുടുതുടുത്ത കണ്ണുകളായി. ദേഷ്യം വരുമ്പോൾ കണ്ണ് തുടുക്കും ചെയ്യും, വലുതാവും ചെയ്യും, ചോക്കും ചെയ്യും അല്ലേ? മുഖമൊക്കെ ഇങ്ങനെ വീർക്കുകയല്ലേ? അതന്നെ ആണ് ക്രോധതാമ്രാക്ഷം എന്ന് പറയാം. നമുക്ക് അറിയാലോ. അതെ, അപ്പൊ അത്യന്തം കോപം അർജുനന് ഇവന്റെ നേരെ തോന്നി നൃത്തം. എന്നിട്ടോ വേഗം ഓടിപ്പുറപ്പെടാൻ പുറപ്പെട്ട അശ്വത്ഥാമാവിനെ, ദാരുണം ക്രൂരനായ ആ അശ്വത്ഥാമാവിനെ, ഗൗതമീസുതം എന്നാ പറഞ്ഞേ, ഗൗതമ ഗോത്രത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് ഗൗതമി പുത്രൻ ആയ അദ്ദേഹത്തിനെ ബബന്ധ പിടിച്ചു കെട്ടി, ബന്ധിച്ചു. എങ്ങനെ? രശനയാ, കയറുകൊണ്ട്. എങ്ങനെ? യഥാ പശു യജ്ഞത്തില്, യാഗത്തില് പശുഹിംസ വേണ്ട യജ്ഞത്തില് പശുവിനെ കയറിൽ രൂപക്കൂറ്റിൽ കെട്ടിയിടും, അത് കണക്കേ നർത്ഥം.
എന്താ അതിൻ്റെ ഒരു സാരസ്യം, അതിന് താല്പര്യം? അപ്പോൾ പശുഹിംസ, ഹിംസയുള്ള യാഗമുണ്ട്, ഹിംസയില്ലാത്ത യാഗമുണ്ട്. അങ്ങനെ പശുഹിംസ ചെയ്യേണ്ട യാഗത്തിൽ ആ യാഗപ്പശുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു കുറ്റിയമ്മ കെട്ടിയിടും. അത് ഹിംസയല്ല, അത് അധർമ്മമല്ല, ധർമ്മമാണ്. ഇതുപോലെ ഇത്രയും ലോകത്തിന് മുഴുവനും ദ്രോഹം ചെയ്ത, ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ പോകുന്ന ഈ മഹാമാരിയെ അല്ലെങ്കിൽ ഈ മാരകായുധത്തെ തൊടുത്തുവിട്ട ഇവൻ തീർച്ചയായിട്ടും ശിക്ഷാർഹനാണ്. അതുകൊണ്ട് അയാളെ ശിക്ഷിക്കാൻ വേണ്ടി ആ യാഗപ്പശുവിനെ കയറുകൊണ്ട് കെട്ടും കണക്കെ ഇവനെയും കയറുകൊണ്ട് കെട്ടിയിട്ടു. അത് ധർമ്മം തന്നെ, അത് തെറ്റില്ല സൂചിപ്പിക്കാനാണ് യാഗപ്പശുവിനെ കിട്ടും പോലെ ഇവനെ കിട്ടിയെന്ന് പറഞ്ഞത്, പശുവിനെ കിട്ടണമായി. അങ്ങനെയൊക്കെ കോപം വന്നെങ്കിലും അർജുനന് അധർമ്മം പിണഞ്ഞില്ല. നമുക്കൊക്കെ അധർമ്മം വരുന്ന എപ്പോഴറിയോ? നമുക്ക് നല്ല നിലയിലൊക്കെ നമ്മൾ നല്ലവരായിരിക്കും, സമാധാനമായിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും. പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയലും അതുമാതിരി പ്രവൃത്തിയൊക്കെ നമുക്ക് വരുന്നത് കോപം കൊണ്ട് വിവേകം നഷ്ടപ്പെടുമ്പോഴാണ്. പക്ഷെ അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ്റെ മഹത്വം എന്താ? ഇത്രയും ക്രോധ താമ്രാക്ഷനായില്ലേ. നേരത്തെ തന്നെ മക്കളെ കൊന്നതിൻ്റെ കോപം, ഇപ്പതാ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുന്ന മഹാസ്ത്രം പ്രയോഗിച്ചതിൻ്റെ അതിൻ്റെ പേരിൽ കൂടി ആയി, അപ്പം ഇരട്ടിയായി. എന്നിട്ടും അർജുനന് അധർമ്മം പ്രവർത്തിക്കാൻ തോന്നിയില്ല. ആ അർജുനനെ പരീക്ഷിക്കുന്നു ഭഗവാൻ. അർജുനൻ്റെ ധർമ്മബുദ്ധിയെ പരീക്ഷിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത്. ശിബിരായ നിനീഷന്തം രജ്വാബദ്ധ്വാരിപും ബലാത് പ്രാഹാർജുനം പ്രകുപിതോ ഭഗവാൻ അംബുജക്ഷണ. അംബുജക്ഷണ ഭഗവാൻ, താമരക്കണ്ണനായ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. ശിബിരായ നീഷന്തം, ശിബിരത്തിലേക്ക് അവർ താമസിക്കുന്ന യുദ്ധക്കളത്തിൻ്റെ അടുത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കൂടാരമുണ്ടല്ലോ, അവിടെയാണല്ലോ ഇപ്പം എല്ലാവരും ഇരിക്കുന്നത്, പാഞ്ചാലിയൊക്കെ. അവിടേക്ക് ഇവനെ പിടിച്ചു കൊണ്ടുവരികയാണ്. ബദ്ധ്വ, രജ്വാ ബദ്ധ്വ, കയറുകൊണ്ട് കെട്ടി, പശുവിനെ കൈ കാലൊക്കെ കൂട്ടിക്കെട്ടണമാതിരി ഈ യശോദാമാവിനെ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടിയിട്ടിരിക്കുക. അങ്ങനെ കെട്ടിയിട്ട ശത്രുവിനെ ബന്ധിച്ച് ബലാത്കാരമായിട്ട് കൊണ്ടുവരിക. ബലാത്കാരമായിട്ട്, അയാൾ സ്വയം വരാൻ തയ്യാറില്ലല്ലോ, പിടിച്ച് വലിച്ച് അങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അർജുനം പ്രാഹ, ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? പ്രകുപിത. വാസ്തവത്തിൽ ഭഗവാന് കോപമുണ്ടോ? ഭഗവാന്റെ എല്ലാ അഭിനയമാണ് അല്ലേ? ഭഗവാൻ കോപം നടിച്ചുകൊണ്ട് അർജുനനോട് പറയുക. എന്താ പറഞ്ഞത്? മൈനം പാർത്ഥാർഹസി പ്രാതും ബ്രഹ്മബന്ധും ഇമം ജഹി യോസാവനാഗസുത്താൻ അവധീ നിശിപാലകാൻ. ഹേ പാർത്ഥ അർജുന, ഏനം ജഹി, എന്തിനാ ഇവനെ ജീവനോടെ പിടിച്ചുവിട്ട് പോണത്? ഇവനെ കൊന്നുകളയൂ. നോക്കണം, സ്വന്തം നിലയ്ക്ക് ദേഷ്യം വന്നാൽ പലതും തോന്നും അല്ലേ? ശത്രുവിനെ കൊല്ലാൻ തോന്നും. ഇപ്പൊ ഭഗവാൻ കൂടി പറയാറ്, അർജുന എന്തിനാ ഇവനെ ജീവനോടെ കൊണ്ടുപോകണത്? കൊന്നുകളയും ഇവനെ. എന്തുകൊണ്ട്? ബ്രഹ്മബന്ധും ഇമം ജഹി, ഇവൻ ബ്രാഹ്മണ അധമന, ബ്രാഹ്മണനാന്ന് മാത്രമേ ഉള്ളൂ, പിറന്നോന്ന് മാത്രമല്ല ആ കുലത്തിൽ. അധമനാണ്, ബ്രാഹ്മണനിൽ അധമനാണ്, തെറ്റി ദുഷ്ടകർമ്മം ചെയ്തവനെയാണ് ബ്രഹ്മബന്ധു എന്ന് പറയും. ബ്രാഹ്മണന്റെ ബന്ധു എന്ന അർത്ഥത്തിലല്ല, അതിൽ മോശക്കാരൻ എന്നുള്ള അർത്ഥത്തില്ല. ബ്രഹ്മബന്ധുവാണ് അവൻ. എന്നുവെച്ചാൽ ബ്രാഹ്മണന് യോജിക്കാത്ത പ്രവൃത്തി ചെയ്ത ബ്രാഹ്മണാധമനാണ്. അതുകൊണ്ട് ഇവൻ നിന്നാൽ രക്ഷിക്കാൻ അർഹനല്ല, അർഹതയില്ലാത്തവനാ. മാ ഏന അർഹസി ത്രാതും, ത്രാതും ച രക്ഷിക്കാൻ, ത്രാണനം ചെയ്യാം. ഇവനെ നീ രക്ഷിക്കണ്ട, ഇവനെ നീ കൊന്നു കളഞ്ഞോളൂ. എന്തുകൊണ്ട്? ഇവൻ എന്താ ചെയ്തത്? ഇവൻ എന്തൊരു വലിയ തെറ്റ ചെയ്ത്? അസൗ, ഇവൻ നിശിസുപ്താൻ, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന അനാകസഹ, നിരപരാധികളായ ബാലകാൻ, ആ കുട്ടികളെ അവധീത്, വെട്ടിക്കൊന്നില്ലേ? അതാണ് ഇവന്റെ തെറ്റ്. അതുകൊണ്ട് ഇവൻ യാതൊരു ദാക്ഷിണ്യവും ദയയും അർഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവനെ കൊന്നേക്കുമെന്ന്. ഉടനെ ഭഗവാന്റെ തനിക്ക് തന്നെ ദേഷ്യമുണ്ട് ശത്രുവിന് നേരെ. ശ്രീകൃഷ്ണനോട് പറഞ്ഞാൽ ഉടനെ തന്നെ വാളെടുത്ത് വീശിണ്ടാവും അല്ലേ? പക്ഷേ അർജുനൻ ധർമ്മബുദ്ധി അതിന് സമ്മതിച്ചില്ല. ഇനിയും കൃഷ്ണൻ പ്രേരിപ്പിക്കണം. നോക്കൂ, ഈ ഇവനെ കൊല്ലുന്നതുകൊണ്ട് യാതൊരു അധർമ്മവും ഇല്ല എന്ന് പറയാ. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരധം ഭീതം നരിവും ധന്തി ധർമ്മവിത്. ധർമ്മം അറിയുന്നവര് ഈ പറയുന്ന കൂട്ടരൊന്നും കൊല്ലാൻ പാടില്ല. അത്രയന്തം ആരൊക്കെയാ? മത്തനായ ആള്, ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ കഴിച്ച, മദ്യം കഴിക്കുക, കഞ്ചാവ് അടിക്കുക, ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച ആൾക്കാരാകെ ഒരു മത്തനായിട്ട് ഏതോ ഒരു ലോകത്തിലായിരിക്കില്ലേ?
അയാൾക്ക് സ്ഥലകാല ബോധം ഉണ്ടായിന്ന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും ധർമ്മരഹസ്യം അറിയുന്നവര് വധിക്കാൻ പാടില്ല. മത്തം. പിന്നെയോ പ്രമത്തൻ, പ്രമാദം കൊണ്ട് എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരെ കൊല്ലാൻ പാടില്ല. ശ്രദ്ധിക്കാതെ എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർ. പ്രമത്തൻ, പ്രമാദം സംഭവിച്ച ആള്. മത്തം, പ്രമത്തൻ. ഉന്മത്തൻ, ഉന്മത്തൻ ഭ്രാന്തന. ഭ്രാന്തനും അതെ, ഈ പറഞ്ഞവർക്കൊക്കെ ഇപ്പോൾ ഈ വർത്തമാനകാലത്തെ ചുറ്റുപാടുകളുമായിട്ട് യാതൊരു സംബന്ധമില്ല. അവരിന് അതർ വേൾഡ് ചിന്തയിൽ എന്തൊക്കെയോ ആലോചനയിൽ ഇരിക്കണമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരെ ധർമ്മം അറിയുന്നവര് കൊല്ലാൻ പാടില്ല, അത്രയും അർത്ഥം. പിന്നെ സുപ്തം, മത്തനെ ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച് മത്തനായവനെ, എന്തോ മനോരാജ്യത്തിൽ വിഴുങ്ങിയിരിക്കുന്നവനെ, അതുമാതിരി ഭ്രാന്തനായവനെ, സുപ്തം ഉറങ്ങിക്കിടക്കുന്നവരെ ധർമ്മം അറിയുന്നവർ കൊല്ലാൻ പാടില്ല. ബാലം, കുട്ടികളെ കൊല്ലാൻ പാടില്ല. സ്ത്രീയം, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല. ജഡം, ജഡനെ മന്ദബുദ്ധി പോലെയൊക്കെയുള്ള ആൾക്കാർ തത്വം, അങ്ങനെയുള്ള ആൾക്കാരെ. പ്രപന്നം, ആരായിരുന്നാലും അവനവൻ്റെ കാൽക്കൽ വീണ് ശരണമടഞ്ഞു ചാലോ ശരണാഗതനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല, അത്രയർത്ഥം. പിന്നെ വിരഥം, തേര് നഷ്ടപ്പെട്ട ആള്. യുദ്ധത്തിൽ തേര് നഷ്ടപ്പെട്ടപ്പോൾ രാമായണത്തിൽ നമുക്ക് കാണാം. ഫസ്റ്റ് ഡേ തന്നെ രാവണന്റെ കഥ കഴിക്കായിരുന്നു. ഭഗവാന് യുദ്ധം നീട്ടിക്കൊണ്ട് പോകേയിരുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ ഇത്രയൊക്കെ വില്ലാളി ചമഞ്ഞ രാവണൻ ഭഗവാന്റെ നേരെ യുദ്ധം ചെയ്ത് അസ്ത്രങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് വിഷണ്ണനായി, തൊപ്പിയിട്ടു എന്ന് പറയില്ലേ, അതെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ഇന്ന് ആകെ ക്ഷീണിച്ചിരിക്കണു, പോയിക്കോളൂ, വിശ്രമിച്ചോളൂ, എന്നിട്ട് സന്നദ്ധനായിട്ട് നീ വരൂ എന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമി രാവണനെ പറഞ്ഞയച്ചു. പക്ഷേ രാവണനിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ശത്രുവിധം തൻ്റെ സ്വഭാവമല്ലല്ലോ അത്. അങ്ങനെയുള്ള സ്വഭാവമാണ് രാമൻ്റെ എന്ന് വിചാരിച്ചു. എന്നിട്ടോ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയത്ര പേടിച്ചിട്ടാണ് പോണത്. ഇതാ ഞാൻ പോണ സമയത്ത് ആശ്രയിക്കുമെന്ന്. അതാണ് ചെയ്യില്ല. അപ്പോൾ ധർമ്മം അറിയുന്നവർ അസ്ത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, അതുമാതിരി തേരെ കടന്ന് പോയ ആൾക്കാരെ കൊല്ലാൻ പാടില്ല എന്നാണ്. പിന്നെ ഭീതം, ഭയചകിതനായിട്ടുള്ള ആള്, പേടിച്ചോടുന്നവര്, ഇങ്ങനെയുള്ളവരൊന്നും. രിപും, ശത്രു ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ മിത്രകാലപ്പിനെ പറയേണ്ട ആവശ്യമില്ല. ഈവൻ നമ്മുടെ ശത്രു നമ്പർ 1 എനിമി ആയാൽ പോലും ധർമ്മവിത് ന ഹന്തി, ധർമ്മം അറിയുന്ന ആള് കൊന്നുകൂടാ, കൊല്ലില്ല. ധർമ്മം അറിയുന്നവർ ഇത് ചെയ്യില്ല എന്നർത്ഥം. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇവൻ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികള് അല്ലേ, അവനെ കൊന്നില്ലേ, തീയിട്ടില്ലേ, ബാക്കിയുള്ളവർക്ക് തീയിട്ട് ഉറങ്ങിക്കിടക്കാൻ തീയിട്ട് കൊന്നില്ലേ. അതുകൊണ്ട് ഇവൻ മഹാ അധർമ്മമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവനെ കൊല്ലുന്നത് ധർമ്മമാണ്. നിനക്കതുകൊണ്ട് യാതൊരു ദോഷം വരാൻ പോണില്ല. അതുകൊണ്ട് ഇവനെ കൊന്നോളൂ. സ്വപ്രാണാൻ യഃ പരപ്രാണൈഹി പ്രപുഷ്ണാതി അഘൃണകലഹ തദ്വത തസ്ഹി ശ്രേയോ യത് ദോഷാത് യാത്യധ പുമാൻ. ഇനിയും പറയണു ഭഗവാൻ യുക്തി, എന്നെ കൊല്ലണേന് ദോഷമില്ല എന്നും. യഹ, ആരാണോ പരപ്രാണൈഹി, മറ്റുള്ളവരെ കൊന്നിട്ട് മറ്റോരോരെ പ്രാണനെടുത്തിട്ട് സ്വപ്രാണാൻ പ്രപുഷ്ണാതി, അവനവൻ്റെ പ്രാണനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. നിറന്തർത്ഥം മറ്റുള്ളവരെ കൊന്നിട്ടും അവനവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്നത്. അവരാരാണ്? കലഹ. നല്ല ആൾക്കാർക്കൊന്നും അങ്ങനെ തോന്നില്ല. ഇല്ല, ദുഷ്ടന്മാരായ ആളുകളാ, ദുഷ്ടബുദ്ധികളായ ആൾക്കാരെന്നർത്ഥം. അഘൃണഹ, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ദുഷ്ടനായത്? അഘൃണഹ, ദയയില്ലാത്തവൻ. ദയുള്ള ആൾക്കാർക്ക് കൊല്ലാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് തൻ്റെ പ്രാണനെ, തൻ്റെ ഈ തടി നിലനിർത്താൻ കൂടില്ല, കുറച്ച് നേരത്തെ തൻ്റെ നാവിൻ്റെ സ്വാദിന് വേണ്ടി, ടേസ്റ്റ് ബെഡിനെ രസിപ്പിക്കാൻ വേണ്ടി ഈ പാവം മിണ്ടാപ്രാണികളെ കൊല്ലണൂലോ. അഘൃണഹ, അവരാരാണ്? അഘൃണന്മാരെ, ദയയില്ലാത്തവരാ. ഖലഹ, ദുഷ്ടന്മാർ തന്നെ അവര്. ശരിയോ? അതിലും ദുഷ്ടതയാണ് മനുഷ്യനെ തന്നെ കൊല്ലണത്, തൻ്റെ എതിരാളികളൊക്കെ വകവരുത്തുക. അങ്ങനെയില്ല ആൾക്കാർ. ഗുണ്ടായുസം, ഭീകരവാദം അല്ലേ, അതൊക്കെ കാണിക്കുന്നില്ല ആൾക്കാർ. വാടക ഗുണ്ടകളെ, കൊട്ടേഷൻ ഗുണ്ടകളെ വിട്ടിട്ട് കൈയും കാലും വെട്ടിക്കണു, അല്ലെങ്കിൽ തല വെട്ടിക്കണു. എന്തിന്? അവനോന് തടസ്സം നീങ്ങി സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ദയയില്ലാത്തവരും ദുഷ്ടന്മാരുമായ ആൾക്കാരുടെ സ്വഭാവമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കൊല്ലുന്നത് ശ്രേയസ്കര, നല്ലതാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ അല്പം പോലും ദാക്ഷിണ്യവും ദയയും കാണിക്കേണ്ടതാണ്. മനസ്സിലായോ? അവനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുക, അങ്ങനെയുള്ള ആൾക്കാരെ കൊല്ലുന്നത് ഉചിതമാണ്. തദ്വതഃ, അങ്ങനെയുള്ള ദുഷ്ടന്മാരെ കൊല്ലുന്നത് തസ്യ ശ്രേയോഹി,
അവർക്ക് തന്നെ ശ്രേയസ്കരമാണ്, നല്ലതാണെന്നർത്ഥം. എന്താ അങ്ങനെ പറഞ്ഞത്? യത് ദോഷാൽ സഹ അധഹായാതി. ഇല്ലെങ്കിലോ ഈ മഹാപാപത്തിൻ്റെ ഫലമായിട്ട് അവര് എന്തുണ്ടാവും? നരകയോനികളിൽ പോയി പിറക്കേണ്ടി വരും. അപ്പം അതിൻ്റെ യുക്തി ഇതാണ്. ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പാപത്തിന് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ദണ്ഡം കിട്ടണം, ശിക്ഷ കിട്ടണം. ഒന്ന്. രണ്ടാമതോ നമുക്ക് തെറ്റ് തോന്നിയിട്ട് അതിന് പറ്റിയ പ്രായശ്ചിത്തം ചെയ്യണം. ഇത് രണ്ടും ചെയ്താൽ ഇനി ഇതിൻ്റെ ഫലം ഭാവിയിൽ അനുഭവിക്കേണ്ടി വരില്ല. മനസ്സിലായോ? അല്ലെങ്കിലോ ഇവിടെ വെച്ച് ശിക്ഷയും കിട്ടി. ശിക്ഷ കൊടുക്കേണ്ടവരാണ് രാജാക്കന്മാരല്ലേ, ഭരണാധികാരികൾ. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്യുന്ന തെറ്റുകൾക്ക് ഇവിടെ വെച്ച് ശിക്ഷയും കിട്ടിയില്ല, പ്രായശ്ചിത്താദികളും ചെയ്യാത്ത പക്ഷം ഇതിൻ്റെ ഫലം ഇന്നത്തെ ജീവിതത്തിൽ കൂടുതൽ അധപ്പതനമാണോ, നിന്ദ്യജീവിതമായി അയക്കേണ്ടി വരും അർത്ഥം. നരകയോനികളിൽ പിറക്കേണ്ടി വരും. നേരെ മറിച്ച് ഇവിടെ വെച്ച് തന്നെ ചെയ്ത പാപത്തിന് ശിക്ഷ കിട്ടിയാലോ അവന് ഇനിയും സൽഗതിക്ക് അവസരം കൂടുന്നു. അതുകൊണ്ടാണ് പറയണത്, ഇവനിപ്പോൾ മഹാപാപം ചെയ്തു, അന്യനെ കൊന്ന് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ദയയില്ലായ്മയും ദുഷ്ടതയാണ്. അങ്ങനെയുള്ളവരെ കൊല്ലുന്നത് നല്ലതാ, അവനും നല്ലതാ. അതുകൊണ്ട് യാതൊരു ദോഷവുമില്ല, സമൂഹത്തിലുമില്ല ദോഷം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവനെ കൊന്നുകളഞ്ഞേക്കൂ. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ, അവർ ആ കൂട്ടത്തിൽ പെട്ടതല്ലേ ഉറങ്ങിക്കിടങ്ങി കുട്ടികളെ കൊന്നത്, അതീട്ട് ഒരുപാട് ആൾക്കാരെ വേറെയും കൊന്നത്. അതുകൊണ്ട് ഇവൻ ദയ അർഹിക്കുന്നില്ല, അതുകൊണ്ട് ഇവനെ കൊന്നോളൂ. ഇവനെ കൊല്ലുന്നത് ഈ മഹാപാപം ചെയ്തതിന് ഒരു പരിഹാരമാണ്. ഇവനിപ്പോൾ ശിക്ഷ കിട്ടിയ ഇനി അത് ഭാവിയിൽ അനുഭവിക്കണ്ടല്ലോ. അപ്പം എല്ലാം കൊണ്ടും നല്ലതല്ലേ ഇവനെ കൊല്ലണത്. അപ്പോൾ ഭഗവാന്റെ വാക്ക് കേൾക്കുമ്പോൾ കൊല്ലാൻ തോന്നില്ലേ? പക്ഷേ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അർജുനൻ കൊന്നില്ല. ഇനിയും കൃഷ്ണൻ പറയാ, നോക്കട്ടെ നമുക്ക് വിചാരിക്കും എന്താ അങ്ങനെ കൃഷ്ണൻ പറയണത്, ശ്രീകൃഷ്ണനോ നമ്മുടെ കൃഷ്ണനാ പറയണേ? പരീക്ഷിക്കുകയാണ് അർജുനെ. അർജുന, നീ പാഞ്ചാലിയോട് എന്താ പറഞ്ഞത്? നിന്റെ പുത്രന്മാരെ കൊന്ന ശത്രുവിനെ ജീവനോടെ കൊണ്ടുവരാനാണോ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഞാൻ കേട്ടതല്ലേ. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിലല്ലേ നീ ശപഥം ചെയ്തത് പാഞ്ചാലിയോട്? നിന്റെ പുത്രൻ്റെ ശിരസ്സെടുത്തവനാരോ അവൻ്റെ ശിരസ് ഞാൻ മുറിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ വയ്ക്കാം, എന്നിട്ട് അതിൽ കയറി ഉദകക്രിയ ചെയ്തതിന് ശേഷമാവാം ബാക്കി കാര്യങ്ങളെന്ന്. അങ്ങനെയല്ലേ നീ പറഞ്ഞത്? പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാല്യൈ ശൃണ്വതോ മമ ആഹരിഷ്യേ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ. മാനിനി, മാനിനി ചില അഭിമാനിയാണ്. ക്ഷത്രിയമാരും ക്ഷത്രിയ വനിതകളും അഭിമാനികളാ അല്ലേ? അതുകൊണ്ട് മാനിനി, അഭിമാനിയായിട്ടുള്ളതായ ദേവി, യഹ തേ പുത്ര, ആരാണോ നിന്റെ പുത്രനെ വധിച്ചത് അവന്റെ ശിരഹ ആഹരിഷ്യേ, അവന്റെ ശിരസ് ഞാൻ മുറിച്ചു കൊണ്ടുവരാം എന്ന് പാഞ്ചാല്യൈ ഭവത, പാഞ്ചാലിയോട് നീ പ്രതിജ്ഞ ചെയ്തത് ശൃണ്വതോ മമ, ഞാൻ കേൾക്കണമെന്ന്. ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കേൾക്കലല്ലേ, എൻ്റെ മുമ്പിൽ വെച്ചല്ലേ അർജുന നിന്റെ പുത്രനെ കൊന്നവൻ ആരോ അവൻ്റെ ശിരസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് മുറിച്ച് എന്ന് നീ പ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ പാഞ്ചാലിയുടെ പ്രതിജ്ഞയും ഇവനെ ജീവനോടെ കൊണ്ടുപോകാനല്ല, അതുകൊണ്ട് തലമുറിച്ച് കൊണ്ടുപോയാൽ മതി എന്ന് എങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയും ഭഗവാൻ പറയാം കാരണം, തദസൗവധ്യതാം പാപഃ ആദദായി ആത്മബന്ധുഃ ഭർത്തുശ്ച വിപ്രിയം വീര കൃതവാൻ കുലപംസനഃ. അത് കാരണം, ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് ഉറങ്ങിക്കിടക്കണവനെ, ഭ്രാന്തനെ, എന്താ പറയുക വെളിവില്ലാത്തവനെ, അതുപോലെ കുട്ടികളെ, സ്ത്രീകളെ, ഉറങ്ങിക്കിടക്കണവരെ, ഇങ്ങനെയുള്ളവരൊന്നും ധർമ്മം അറിയുന്നവർ കൊല്ലാൻ പാടില്ല. അത് പ്രവർത്തിച്ചു അല്ലേ. പിന്നെ സ്വന്തം പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്നവരെയും കൊല്ലുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. ഈ മഹാപാപം ചെയ്തുകൊണ്ട് ഇവനെ ശിക്ഷിച്ചാൽ ഇവന് തന്നെ നല്ലതാണ്. ഭാവിയിൽ ഇതിൻ്റെ ഫലം കുറച്ച് അനുഭവിച്ചാൽ മതി, അല്ലെങ്കിൽ അനുഭവിക്കാതെ കഴിക്കാം. മാത്രമല്ല പാഞ്ചാലിയോടും നിന്റെ പുത്രവഹാതകന്റെ ശിരസ് കൊണ്ടുവരാമെന്നല്ലേ നീ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടും ഇവന്റെ ശിരസ് മുറിച്ചു കൊണ്ടുപോയാൽ മതി. അത് കാരണം എന്ത് ചെയ്യുക, വധ്യതാം, കൊന്നളയുവനെ, പാപഹ, മഹാപാപിയായവനെ ഉടനെ കൊല്ലൂ. എന്തുകൊണ്ട്? ആദതായി, വേറെ ഒരു കാരണം ഭഗവാൻ പറയാം. ആദതായിയാണ് ഇവൻ. ഭഗവത്ഗീതയിലും പറയില്ലേ, അർജുനൻ പറയുന്നുണ്ട്, ഇവർ ആദതായികളാണെങ്കിലും ഞാൻ ഇവരെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പാപല്ലേ ഉണ്ടാവുക എന്ന് ചോദിക്കണ്ടേ. അപ്പൊ ആദതായി, അവൻ ആദതായി ആത്മബന്ധുഹ, നിന്റെ കുട്ടികളെ കൊന്നവനും മഹാപാപിയുമായ ഇവനെ യാതൊരു മടിയും കൂടാതെ കൊല്ലാം. ഇവൻ ആദതായി ആയതുകൊണ്ട്. ആദതായി ആരാ?
ചില തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്ത ആൾക്കാരാണ് ആടതായികൾ എന്ന് പറയാം. അഗ്നിതോ ഗരതശ്ചൈവ ശത്രപാണിർധനാപഹ ക്ഷേത്രധാര അപഹാരീര ഷടേരേ ആദതായിനഃ. ഇങ്ങനെയുള്ള ഈ പറയപ്പെട്ട 6 കുറ്റങ്ങൾ ചെയ്തവരെ ആദതായി എന്ന വകുപ്പിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഭാഷയിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇന്ന ക്രൈം ചെയ്ത ആൾക്കാർക്ക് ഇന്ന ശിക്ഷ എന്ന് ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? നിയമമുണ്ട്. അതുപോലെ എന്നർത്ഥം. നമ്മുടെ ശാസ്ത്രപ്രകാരം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ധർമ്മശാസ്ത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അർത്ഥശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അഗ്നിതഃ മറ്റുള്ളവരുടെ വീടിന് തീ വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചില ആൾക്കാരുടെ പെട്രോൾ ഒഴിച്ച് തീ കത്തും, അല്ലേ? ശത്രുവിന് പെട്രോൾ ഒഴിച്ചും മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് സ്വയമല്ല അവർ വീടിനൊക്കെ തീ വയ്ക്കും. അങ്ങനെ മറ്റുള്ളവരെ കൊല്ലണവരെ തീർച്ചയായിട്ടും അതായിട്ട് കണക്കാക്കുന്നർത്ഥം. മറ്റുള്ളവരെ പെരക്കി തീ വയ്ക്കുകയോ അല്ലെങ്കിൽ അവരെ അങ്ങനെ കൊല്ലാൻ നോക്കുക. ഗരതശ്ചൈവ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുക. ശസ്ത്രപാണി മാരകായുധങ്ങളുമായി നമ്മളെ കൊല്ലാൻ വരിക. ഭീകരന്മാർ ദുഷ്ടന്മാരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഗുണ്ടകളൊക്കെ ആയുധമായിട്ട് വരില്ലേ? ചില ആൾക്കാർ ആയുധം കയ്യിലെണ്ണം കൊണ്ട് നടക്കണം തന്നെ. ഇപ്പോൾ കൈകാലത്തിൽ അങ്ങനെ പറയണം, ആൾക്കാരൊക്കെ ആയുധങ്ങളായിട്ട് നടക്കുന്ന പറയണേ ഭാഗവതം. എല്ലാവരും ഇതിലും തോക്കുണ്ടാവും. ഇനി കുറച്ച് എല്ലാവർക്കും ലൈസൻസ് കിട്ടും. കാരണം അല്ലാണ്ട് ഗവൺമെൻറ് നിവർത്തിയതില്ല. തോക്കില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത വന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നോ രണ്ടാം വാതിനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ശസ്ത്രപാണി അങ്ങനെ അസ്ത്രങ്ങളും ആയുധങ്ങളും കയ്യിൽ കൊണ്ട് നടക്കുക. ആയുധം കൊണ്ട് നടക്കുകയല്ല, ആയുധം കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ വരിക. അവരെ കൊല്ലണമെന്ന് തെറ്റില്ല, അവരാതായികളാ. ധനാപഹ നമ്മുടെ സ്വത്ത്, ധനം, സ്വർണം ഇത്യാദി സ്വത്തം ഒരുപാടുണ്ട്, അല്ലേ? ഭൂമി ഇതൊക്കെ കടക്കുകയോ അല്ലെങ്കിൽ തട്ടിപ്പറിക്കുകയോ ചെയ്യുന്ന ആൾക്കാർ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുരയിടങ്ങൾ അല്ലെങ്കിൽ പറമ്പ് എന്നൊക്കെ അർത്ഥമുണ്ട്, കൃഷിയിടങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അത് ദാരം, അതിനെ അപഹരിക്കുക. ദാരത്തെ, തൻ്റെ പത്നിയെ, സ്ത്രീപീഡനം, ഇതൊക്കെ ധാരാളം നടക്കുന്ന സ്ഥലമാണ്. ആദതായികളെ കൊണ്ട് നിറഞ്ഞിരിക്കണം ഇപ്പോൾ, ശരിയല്ലേ? കരികാലത്തിൽ ആദതായികൾ ജാസ്തിയാണ്. സ്ത്രീകളെ ദ്രോഹിക്കുന്നവര്, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവര്, സ്ത്രീകളെ മൊളാസ്റ്റ് ചെയ്യുന്നവര്, ഇവരൊക്കെ ആദതായികളാണ്. അപഹാരീര ഷടേതെ ഈ പറഞ്ഞ 6 തെറ്റുകൾ ചെയ്തവര് ആദതായികളാണ് അർത്ഥം. ആദതായികളെ കുറിച്ച് എന്താണ് അർത്ഥശാസ്ത്രത്തിൽ പറയണത്? ആദതായിനമായാന്തം ഹന്യാദേവ അവിചാരയൻ. ആദതായികളെ കണ്ടാൽ വീണ്ടും വിചാരം വേണ്ടെന്നാ, ഉടനെ തട്ടിക്കോന്നാ. അതൊക്കെയാണ് ഇപ്പോൾ പല എന്താ പറയാ ചില ധീരന്മാരായ മുഖ്യമന്ത്രിമാരൊക്കെ ചെയ്യണത്, അല്ലേ? ഉത്തർപ്രദേശിലൊക്കെ ശരിക്കും യോഗിയുടെ ധീരത നമ്മൾ കാണുന്നതാ പല കാര്യങ്ങളിലും, അല്ലേ? രാഷ്ട്രത്തിന് രാജ്യവിരുദ്ധ പ്രവർത്തികൾ ആര് ചെയ്തോ മോഹം നോക്കണ്ട, അവരൊക്കെ ആളതായി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ രാജ്യവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്നവരൊക്കെ ജനങ്ങളുടെ സമാധാനത്തിനെയും സ്വസ്ഥതയും ഭഞ്ജിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നവരൊക്കെ ആരാണ്? ആളതായികളാണ് നമ്മുടെ ശാസ്ത്രപ്രകാരം. അവരെ കൊല്ലാൻ യാതൊരു ദാക്ഷിണ്യവും വേണ്ട. കോടതിയിൽ കൊണ്ടുപോയി വലിച്ച് നീട്ടി അവസാനം സുപ്രീം കോടതി ഫുൾ ബെഞ്ച് പറഞ്ഞാലും പിന്നെയും ദയാഹർജി കൊടുക്കുക, പിന്നെ അവരായിട്ട് ഇങ്ങനെ തീറ്റി പോറ്റേണ്ട വല്ല കാര്യമുണ്ടോ? നോ. നമ്മുടെ ശാസ്ത്രം പറയണേ കേട്ടോ. പക്ഷെ അതിന് ചങ്കൂറ്റുള്ള ഭരണാധികാരികളും വേണം നടപ്പാക്കാൻ. കൃഷ്ണൻ പറയണു, അർജുന, ദിസ് ഈസ് യുവർ ഡ്യൂട്ടി, യുവർ എ ക്ഷത്രിയ, യുവർ എ കിങ്, അല്ലേ? നീ രാജകുമാരനാണ്. ധർമ്മം സമൂഹത്തിൽ നടപ്പാക്കാൻ ബാധ്യസ്ഥപ്പെട്ടവനാ, ശരിയല്ലേ? അതുകൊണ്ട് ഇവൻ ആദതായിയാണ്. ഇത്തരത്തിൽ തെറ്റ് ചെയ്ത ആൾക്കാരെ കൊല്ലുന്നതിന് യാതൊരു മടിയും വേണ്ട. അവിചാര എന്ന രണ്ടാമത് സെക്കൻഡ് തോട്ട്, അല്ലേ? രണ്ടാമത് ചിന്തയ്ക്ക് ഇട കൊടുക്കേണ്ട ആവശ്യമില്ല, കൊല്ലാം. ന ആദതായി വധേ ദോഷ ഹന്തുമർഹതി കശ്ചന. ആദതായികളെ കൊല്ലുന്നത് കൊണ്ട് യാതൊരു ദോഷവും പാപവുമില്ല. ഇപ്പൊ ഇവിടെ പറയണെന്താ? ആദതായി ആത്മബന്ധുഹ, നിന്നെയും കുട്ടികളെ മാത്രമല്ല, നിന്റെ നേരെ ബ്രഹ്മാസ്ത്രം അയച്ചു നിന്നെ കൊല്ലാൻ, നിന്നെയും നിന്റെ കുട്ടികളെ കൊല്ലും ചെയ്തു. നിന്നെ കൊല്ലാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം അയച്ചവനാണ്, ആദതായിയാണ് അവൻ. അതുകൊണ്ടോ ഇവനെ കൊന്നുകളയൂ. ഭർത്തുച്ച വിപ്രിയം വീര. ഇനിയും ഇവന്റെ ഈ പ്രവൃത്തി കൊണ്ട് അവന്റെ സ്വാമിക്ക്, യജമാനന് ദുര്യോധന വല്ല സന്തോഷം ഉണ്ടായോ? അദ്ദേഹത്തിനും അസന്തോഷം ഉണ്ടാക്കി കൊടുത്തത് പോരാ. കുലപാംസനഹ, അയാളുടെ വംശത്തിനെ ചിതപ്പേരുണ്ടാക്കിയ ആളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ നമ്മുടെ കുടുംബത്തിൻ്റെ പേര് പോവില്ലേ, അല്ലേ? കുടുംബത്തിൻ്റെ പേര് മാത്രമോ?
എന്താപ്പോ ഈ ഭീകരരിലൊക്കെ ഈ കേരളത്തിൽ നിന്ന് ജാസ്തി ആൾക്കാർ റിക്രൂട്ട് ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ കേരളക്കാർക്ക് നാണക്കേടല്ലേ? മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ മലയാളികൾക്ക് ഈ നാണക്കേട് അല്ലേ? പല വേണ്ടാദിനങ്ങളിലും മുമ്പ് മലയാളികളാന്ന് കേൾക്കുമ്പോൾ ഫോറിൻ കൺട്രീസിലോ അല്ലെങ്കിൽ അവിടെ അന്യരാജ്യങ്ങളിലൊക്കെയുള്ള മലയാളികൾക്ക് പോലും എടാ നിന്റെ നാട്ടിലാണ്, എന്നാൽ പാലക്കാട് നിന്ന് പിടിച്ചു കേൾക്കുമ്പോഴോ അയ്യോ പാലക്കാടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടി മോശമല്ലേ തോന്നില്ലേ? അപ്പൊ നമ്മുടെ കുടുംബത്തിലെടുത്തനാണെങ്കിലെയോ അയ്യോ പറയേ വേണ്ട അല്ലേ? കുലപാംസനഹ വംശത്തിന് പോലും നാണക്കേടുണ്ടാക്കാനും കുലദൂഷകൻ എന്നർത്ഥം. അതുകൊണ്ട് ഈ അശ്വത്ഥാമാവ് ഈ പറഞ്ഞ എല്ലാ ദോഷങ്ങളുള്ള ആളായേ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറയണത് കൊന്നുകളയൂന്ന്. നോക്കണേ, ഇത്രയൊക്കെ കേൾക്കേണ്ട വരുമോ നമ്മളൊക്കെ ഒരു ശത്രുവിനെ കൊല്ലാൻ? ഇത്രയൊക്കെ കൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടും അർജുനൻ കുലുങ്ങിയില്ല എന്ന് പറയാം. അതെന്താ? ധർമ്മനിഷ്ഠ. അദ്ദേഹനെ പരീക്ഷിക്കുകയായിരുന്നു. സുതം പറയുകയാണ്, ശിവനകാദി മഹർഷിമാരെ ഏവം പരീക്ഷതാ ധർമ്മം പാർത്ഥകൃഷ്ണേന ചോദിതഃ നൈച്ഛത് ഹന്തും ഗുരുസുതം യദപി ആത്മഹനം മഹാൻ. മഹാൻ മഹാബുദ്ധിശാലിയും ധർമ്മനിഷ്ഠരുമായിട്ടുള്ളതായ പാർത്ഥൻ അർജുനൻ ഏവം ഇപ്രകാരം കൃഷ്ണേന ശ്രീകൃഷ്ണ ഭഗവാനാൽ ചോദിത പ്രേരിക്കപ്പെട്ടിട്ടും നൈച്ഛത് ഹന്തും ധർമ്മത്തിന്ന് അല്പം പോലും വ്യതിചലിച്ചില്ല, ആ അശ്വത്ഥാമാവിനെ കൊന്നില്ല. ആത്മഹനം തൻ്റെ കുട്ടികളെ കൊന്നവനാണ്, തന്നെയും കൊല്ലാൻ വേണ്ടി ആ മാരകായുധമായി വന്നവനാണെങ്കിൽ കൂടി അതിനെ കൊന്നില്ല. എന്തുകൊണ്ട്? ഗുരുപുത്രം, ഗുരുസുതം. അർജുനന്റെ ചിന്ത പോയതെന്താ? എത്രയെന്നാലും എന്നെ ഈ അസ്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ച ആ ദ്രോണാചാര്യൻ്റെ പുത്രനല്ലേ ഇവൻ. ആ പുത്രനിൽ ആ ഗുരുനാഥനോടുള്ള ബഹുമാനം ആ ഗുരുപുത്രനിലും ഉണ്ടായി. അത് മാത്രമല്ല, കാരണമുണ്ട്. പുത്രനും പിതാവും പുത്രനും രണ്ടല്ല എന്ന് പറയാം. പിതാവ് തന്നെയാണ് അത്രേ പുത്രനായിട്ട് വരുന്നത്. പിതാവൈ പുത്രരാമോസി. പുത്രൻ എന്ന നാമത്തിൽ വരുന്നത് ആരാ? പിതാവ് തന്നെ. ശരിയല്ലേ? അച്ഛൻ തന്നെയല്ലേ അമ്മയിൽ ഗർഭാധാനം ചെയ്ത് ആ അച്ഛൻ്റെ ബീജത്തിലൂടെ പുത്രനായിട്ട് വരണത്. അപ്പം അച്ഛൻ്റെ അടുത്ത ജന്മമാണ് ഈ പുത്രൻ. ശരിയല്ലേ? അതുകൊണ്ടാണ് അച്ഛനെ പുത്രരൂപേണ ജനിപ്പിക്കൊണ്ടാണത്രേ അമ്മയ്ക്ക് ജനനി എന്ന് പേര് കിട്ടിയത്. ജനിപ്പിക്കുന്നോള്. ആരെ ജനിപ്പിച്ചത്? ഭർത്താവിനെ പുത്രരൂപത്തിൽ ജനിപ്പിച്ചു. ശരിയല്ലേ? അത് രസമല്ലിത്. ജനനിയാണ്, ജനിപ്പിക്കുന്നവളാണ്. അപ്പോൾ അതുകൊണ്ട് പിതാവ് തന്നെയാണ് പുത്രരൂപത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് പിതാവും പുത്രനും രണ്ടല്ല. ഇതാണ് ധർമ്മം, സത്യം പറയാം. അതുകൊണ്ട് ഇവനെ കൊല്ലുന്നത് തൻ്റെ ഗുരുനാഥനെ കൊല്ലുന്നതിന് സമാനമാണ്, അത് അധർമ്മമാണ് എന്ന് അറിയുന്ന അർജുനൻ മഹാത്മാവാണ് അദ്ദേഹം, ധർമ്മനിഷ്ഠനാണ് അദ്ദേഹം, ബുദ്ധിശാലിയാണ് അദ്ദേഹം. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ധർമ്മ പരീക്ഷ നടത്തി. കൃഷ്ണന്റെ ഉദ്ദേശം കൊല്ലിക്കലായിരുന്നില്ല, പിന്നെന്താ? അർജുനന്റെ ധർമ്മബുദ്ധിയെ പരീക്ഷിക്കലായിരുന്നു. അതിൽ അർജുനൻ വിജയിച്ചു. അധോപേത്യസ്വശിബരം ഗോവിന്ദ പ്രിയ സാരഥി നിവേദയത്തം പ്രിയായൈ ശോചന്ത്യാ ആത്മജാൻ ഹതാൻ. അതിനെന്ത് ചെയ്തു? അർജുനനെ വിശേഷിപ്പിക്കുക അവിടെ ഗോവിന്ദപ്രിയ സാരഥി. ശവനകാദികളെ, ഗോവിന്ദനെ തൻ്റെ പ്രിയപ്പെട്ട സഖാവായും സാരഥിയായും കിട്ടിയവൻ. നേരത്തെ ഇന്നലെയും പറഞ്ഞു അല്ലേ? അച്യുതപ്രിയ സാരഥി എന്നല്ല പറഞ്ഞു. നോക്കണം, എന്തൊരു ഭാഗ്യ അർജുനന് കിട്ടിയത്. സാക്ഷാൽ ഭഗവാനെ ശ്രീകൃഷ്ണനെ തൻ്റെ സുഹൃത്തായും തേരാളിയായിട്ടും കിട്ടി. അങ്ങനെയുള്ള അല്ലെങ്കിൽ ഭഗവാനാകുന്ന സുഹൃത്തിനോടും തേരാളിയോടും കൂടിയവൻ എന്നർത്ഥം. അങ്ങനെയുള്ള അർജുനൻ എന്ത് ചെയ്തു? സ്വശിബിരം, തൻ്റെ ഈ പിടിച്ചു കെട്ടിയ അശ്വത്ഥാമാവിനെ ശിബിരത്തിലേക്ക് കൊണ്ടുവന്നു. പാഞ്ചാലിയൊക്കെ താമസിക്കുന്ന ആ കുടീരത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ പാഞ്ചാലിയെ വിളിച്ചു പറഞ്ഞു, ആത്മജാൻ ഹതാൻ ശോചന്ത്യ. തൻ്റെ 5 മക്കളെ മരിച്ച ആ ദുഃഖം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാഞ്ചാലിയുടെ അടുത്ത് വന്നിട്ട് അശ്വത്ഥാമാവിനെ കൊണ്ടുവന്നിട്ടുള്ള വിവരം നിവേദിച്ചു, അറിയിച്ചു. പാഞ്ചാലി ഇത് പറഞ്ഞു, ദേവി, ഞാൻ പറഞ്ഞ പ്രകാരം ദേവിയുടെ കുട്ടികളെ കൊന്ന ഘാതകനെ ഞാനിതാ കൊണ്ട്
ഹാജരാക്കിയിട്ടുണ്ട്. എന്ത് ശിക്ഷയാണ് അവന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞോളൂ എന്ന് ശിബിരത്തിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ദേവിയോട് പോയി പറഞ്ഞു. തദാഹൃതം പശുവത് പാശബദ്ധം അവാങ്മുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമസ്വഭാവ കൃപയാ നനാമച. നാരായണത്തിലെ മീറ്റർ ഉപജാതി. അങ്ങനത്തെ ശ്ലോകങ്ങളില്ലേ അവിടെ? എല്ലാ ശ്ലോകത്തിനും നാരായണത്തിൽ നോക്കിയാൽ നമുക്ക് മീറ്റർ കിട്ടും. അവൻ തെറ്റുപറ്റില്ല. നാരായണീൻ തെറ്റാതെ പഠിക്കുന്നവർക്ക് ഭാഗവതം എളുപ്പം വായിക്കാം എന്നർത്ഥം. അതെ, പശുവത് പാശബദ്ധം. ദേവി വന്ന് നോക്കിയപ്പോഴോ നോക്കിയകത്ത് സങ്കടപ്പെട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കല്ലേ, കുട്ടികൾ മരിച്ച സങ്കടം കൊണ്ട്. ആ പുത്രഘാതകനെ കൊണ്ടുവന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ദേവി എണീറ്റ് പുറത്തേക്ക് വന്നു. നോക്കുമ്പോൾ എന്താ? പശുവത്, ഒരു പശുവിനെ കയറുകൊണ്ട് കെട്ടി കൈയും കാലും കൂട്ടിയിട്ട് കൊണ്ടുവരണമാര് ദാ ഒരു മനുഷ്യനെ കൈയും കാലും കെട്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുക. ജുഗുപ്സിതേന. ഓ, ഇങ്ങനെ കൊണ്ടുവന്നത് ഈ ജുഗുപ്സിതമായ കർമ്മം, നിന്ദ്യമായ കർമ്മം ഞാൻ ചെയ്തുവല്ലോ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ നില വന്നുവല്ലോ എന്നുള്ള വിചാരം കൊണ്ട് അത്യധികം ലജ്ജിതനായി അവാങ്മുഖം തല താഴ്ത്തിക്കൊണ്ട്, ഒരക്ഷരം ഉണ്ടാതെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന ഗുരോസുതം, ഗുരുപുത്രനെയാണ് കണ്ടത്. ഗുരോസുതം വീക്ഷ്യ. പാഞ്ചാലി വന്ന് നോക്കുമ്പോ അശ്വത്ഥമാവിനെ കണ്ടു. അശ്വത്ഥമാവാര്? ആഫ്റ്റർ ഓൾ പാണ്ഡവന്മാരുടെ ഗുരുനാഥന്റെ മകൻ. അവൻ നിൽപ്പെങ്ങനെയാ? ജുഗുപ്സിതമായ നിന്റെ കർമ്മം ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ട് തല ഉയർത്താതെ അവാങ്മുഖം തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന ആ കാഴ്ച കണ്ടു. അത് കണ്ടതും ദേവിയുടെ മനസ്സിൽ അവനോട് എന്തെന്നില്ലാത്ത കാരുണ്യം തോന്നിയെന്നർത്ഥം. വാമസ്വഭാവ. ഇവിടെ ആ പാഞ്ചാലിയുടെ ധർമ്മനിഷ്ഠയെ പറയാം. അതിധർമ്മനിഷ്ഠയാണ്, മനോഹര സ്വഭാവിയാണ്, ശ്രേഷ്ഠ സ്വഭാവത്തോടു കൂടിയവളാണ്. അതാണ് ശോഭന സ്വഭാവം, അത് വാമസ്വഭാവ, നല്ല സംസ്കാരമുള്ളവളെന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെയുള്ള ആ ദേവി ഉടനെ നനാമ പരിഭ്രമായി ഇങ്ങനെ ഗുരുപുത്രനെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിസ്സഹായ ഭാവത്തിൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കണം കണ്ട സമയത്ത് ദേവിയുടെ ആ മനസ്സിന് വല്ലാത്ത കരുണ തോന്നി അദ്ദേഹത്തിനോട്. എന്നിട്ട് വേഗം പരിഭ്രമത്തോടുകൂടി അശ്വത്ഥമാവിനെ വന്ന് നമസ്കരിച്ചു എന്നർത്ഥം. രണ്ട് വികാരം ദേവിയുടെ ഉള്ളിലുണ്ടായി. ഒന്ന്, ഈ ഗുരുപുത്രനെ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നുള്ള വിചാരം, അതുകൊണ്ട് അദ്ദേഹത്തിനോട് കരുണ, ദയ തോന്നി. രണ്ടാമതോ, ഗുരുപുത്രൻ ഗുരു തന്നെയല്ലേ, ആ ഗുരുഭാവത്തിൽ വേഗം പോയി അശ്വത്ഥാമാവിൻ്റെ കാലിൽ നമസ്കരിച്ചു പാഞ്ചാലി എന്നർത്ഥം. എന്നിട്ട് ദേവി പറയാണ്, ഉവാച ചാസഹന്ത്യസ്യ ബന്ധനാനയനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരം ഗുരു. സതീ, ദേവി വിശേഷിപ്പിക്കുക. നേരത്തെ പറഞ്ഞു വാമസ്വഭാവ, ഉത്തമ സംസ്കാരത്തിന് ഉടമയായവള്, അതിധർമ്മനിഷ്ഠയായ ദേവി. സതീ എന്ന് വെച്ചാൽ സതീരത്നമായ ദേവി. അസ്യ ബന്ധനാനയനം അസഹന്തി. ഈ ഗുരുപുത്രനെ ഇങ്ങനെ പശുവിനെ കെട്ടണമായി കയറോണ്ട് കെട്ടിയിട്ട് കൊണ്ട് മുമ്പിൽ നിർത്തിയേക്കണ കണ്ടിട്ട് അസഹന്തി, അസഹിച്ചില്ല, സഹിക്കാതെ പറഞ്ഞു. എന്ത് പറഞ്ഞു? മുച്യതാം, അഴിച്ചുവിടൂ, ഇവനെ ഉടനെ മോചിപ്പിക്കൂ എന്നാ പറഞ്ഞു. കണ്ടുടനെ കൃപയോടുകൂടി നമസ്കരിച്ചും വെച്ച് അർജുനോട് പറഞ്ഞു, ദേഹനെ വേഗം അഴിച്ചുവിടൂ. അർജുനൻ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജാണ് അല്ലേ, സിംഗിൾ ബെഞ്ച്. പാഞ്ചാലിയുടെ പാഞ്ചാലി പറഞ്ഞാൽ അവിടെ നടക്കൂലേ. പാഞ്ചാലി ഇപ്പൊ എന്താ പറയണേ അതാണ് നടക്കുക. പാഞ്ചാലി പറഞ്ഞ് നടക്കുകയും ചെയ്തല്ലോ. ഇപ്പൊ കൊല്ലാൻ പറയുന്നാണ് വിചാരിച്ചത്. പക്ഷേ തൻ്റെ 5 മക്കളെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിരപരാധികളെ വെട്ടിക്കൊന്ന മഹാപാപിയിൽ പോലും കൃപ ചൊരിയുന്ന മനസ്സിൻ്റെ വലിപ്പം, ഇതാണ് ആ പാഞ്ചാലിയുടെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം എടുത്തു കാണിക്കുന്നത്. നിരുപാധികമായി മാപ്പ് കൊടുക്കുക അല്ലേ, നിരുപാധികമായി വിട്ടയക്കാൻ പറയാം, അഴിച്ചുവിടൂ. എന്താ കാരണങ്ങൾ പറഞ്ഞത്? ബ്രാഹ്മണ നിതരാം ഗുരു, അതുകൊണ്ട് ഏഷമുച്ചതാം. ഇവൻ ഒന്നാമത് ബ്രാഹ്മണൻ, രണ്ടാമത് വിശിഷ്യ ഗുരുനാഥനാണ്, ഗുരുപുത്രനല്ലേ. ആ ഗുരും അച്ഛനും മകനും ഒന്നാന്ന് പറഞ്ഞില്ല നേരത്തെ. ആ നിലയിൽ ഗുരുനാഥനായിട്ട് ഇവനെ കാണണം. അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കാൻ പാടില്ല, ഉടനെ മോചിപ്പിച്ചോലൂ. പരിഭ്രമത്തോടെ പറഞ്ഞു. ഇനിയും പറയണു കാരണങ്ങൾ. സരഹസ്യോ ധനുർവേദ
സവിസർഗോപസംയമഃ അസ്ത്രഗ്രാമശ്ച ഭവതാ ശിക്ഷിതോ യദനുഗ്രഹാത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങയ്ക്ക് ഈ ധനുർവേദ രഹസ്യം മുഴുവൻ മനസ്സിലാക്കാൻ സാധിച്ചത്? ധനുർവേദത്തിന്റെ അവസാന വാക്കാണ് ദ്രോണാചാര്യൻ. അദ്ദേഹം എല്ലാ വിദ്യകളും അങ്ങനെ പഠിപ്പിച്ചൂലേ? പലതരത്തിലുള്ളതായ അസ്ത്ര പ്രയോഗങ്ങൾ, അതിനെ അയക്കാൻ, ഉപസംഹരിക്കാൻ. വിസർഗ ഉപസംയമഃ, വിസർഗം വിസർജിക്കുക, അയക്കുക, ഉപസംഹരിക്കുക പിൻവലിക്കുക. ഇങ്ങനെ ധനുർവേദം മുഴുവൻ അങ്ങേ പഠിപ്പിച്ചു. ധനുർവേദ രഹസ്യ മന്ത്രങ്ങളൊക്കെ അങ്ങേ പഠിപ്പിച്ചു. ഈ അസ്ത്രങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും അയക്കാനും തിരിച്ചെടുക്കാനുമുള്ള ഈ ഈ കഴിവൊക്കെ അങ്ങക്ക് ആര് തന്നു? ആരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ പഠിച്ചത്? ആ ഗുരുനാഥൻ തന്നെയാണ്. വെറുതെ പറയല്ല, ഭഗവാൻ ദ്രോണഃ എന്നാ ദേവി പറയണത്. ഗുരുനാഥനെ ഭഗവാനായിട്ട് പറയാം. ഭഗവത് സ്വരൂപനായ, അല്ലെങ്കിൽ ഭഗവത് തുല്യനായ ദ്രോണാചാര്യർ തന്നെയാണ് ഈ പുത്രന്റെ രൂപത്തിൽ അങ്ങ് ഇപ്പോൾ ഇവിടെ കെട്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അത് അധർമ്മമാണ്, ശരിയല്ല. അതുകൊണ്ട് ഉടനെ അയച്ചുവിടൂ. അതുമല്ല, ഇനി പറയണു, സ ഏവ ഭഗവാൻ ദ്രോണഃ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോർത്ഥം പത്ന്യാസ്തേ നാന്വകാത് വീരസൂകൃപീ. ആ ദ്രോണാചാര്യൻ തന്നെ ഈ പുത്രരൂപത്തിൽ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഇവന് ചെയ്യുന്ന ദ്രോഹം ഗുരുനാഥനെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. അത് മഹാപാപമാണ്. അതുമല്ല, അസ്യ ആത്മനോർത്ഥം, അസ്യ ആത്മനഃ അർത്ഥം, ആ ദ്രോണാചാര്യന്റെ അർത്ഥഭാഗം, പാതിഭാഗം ആരാ? ആ പത്നി, പുരുഷന്റെ പാതി ആരാ? സ്ത്രീ. സ്ത്രീയുടെ പാതിയോ? പുരുഷനും. പ്രകൃതിയും പുരുഷനുമാണ്, സ്ത്രീയും പുരുഷനും. ഒരാളിൽ ഇടതുഭാഗം സ്ത്രീ എന്നാ പറയാ, വലതുഭാഗം പുരുഷനും. സ്ത്രീക്ക് മറിച്ചു. അപ്പോ സതിയില് ചാടി മരിച്ചില്ല. ദ്രോണം മരിച്ച സമയത്ത് ഉടന്തടി ചാടി അഗ്നിയിൽ മരിക്കേണ്ടതായിരുന്നു അന്നത്തെ നിയമപ്രകാരം. പക്ഷേ ഈ കൃപിയാണ്, കൃപാചാര്യ സഹോദരി കൃപിയാണ് ദ്രോണൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പറയണു, ആ ആത്മനഹാർത്ഥം ഗുരുനാഥന്റെ ആ അർത്ഥഭാഗമായ പത്നി ഇപ്പോഴും ജീവിച്ചിരിക്കണം. അതുകൊണ്ട് ആ ദേവിക്കും സങ്കടത്തിനിടയാവും ഈ മകനെ കൊന്ന. മാത്രമല്ല, വീരസൂകൃതി ന അന്വകാത്. ആ പുത്രൻ എങ്ങനെയുള്ളവനാ? വീരപുത്രനെ പ്രസവിച്ചവനാ. അത്ര വിലാളി വീരനായ പുത്രനെ പ്രസവിച്ച ആ മകൻ ഉള്ളത് കൊണ്ടാണ്, അത്ര ശ്രേഷ്ഠനായ ഒരു മകൻ ഉള്ളത് കൊണ്ടാണ് ദേവി ദേഹത്യാഗം ചെയ്യാണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആ അശ്വത്ഥാമാവിനെ കൊന്നുണ്ടാവും. ഒന്ന്, ഗുരുനിന്ദ വരും. രണ്ടാമത്, അദ്ദേഹത്തിനെ ധർമ്മപത്നി ഭാതിഭാഗം ജീവനോടിരിക്കണു. ആ ദേവിയുടെ സങ്കടം, ദുഃഖം കാണേണ്ടി വരും. അത് സഹിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതുമാത്രമല്ല, തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവങ്കുലം വൃതിനം നാർഹതി പ്രാപ്തും പൂജ്യം വന്ദ്യം അഭീഷ്ണശഃ. മഹാഭാഗ, ധർമ്മജ്ഞ എന്നൊക്കെയാണ് ഇവിടെ ദേവി അർജുനെ സംബോധന ചെയ്യണത്. അങ്ങ് ധർമ്മം അറിയുന്ന ആളാണ്. ഇരുന്ന് പാഞ്ചാലിക്ക് എല്ലാ ധർമ്മം അറിയാവുന്ന വ്യക്തമാണല്ലോ. പരമധർമ്മജ്ഞയാണ് പാഞ്ചാലി. ഭർത്താവിനോട് പറയണു, മഹാത്മാവും അല്ലെങ്കിൽ ധർമ്മഷ്ഠനും ധർമ്മജ്ഞനും ഒക്കെ ആയിട്ടുള്ളതായ നാഥ തത് ഗൗരവകുലം. അതുകൊണ്ട് അത്രയും ശ്രേഷ്ഠനായിട്ടുള്ളതായ ആ ഗുരുവിൻ്റെ കുലത്തെ അങ്ങ് നശിപ്പിച്ചു എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ദോഷം നിങ്ങളുടെ വംശം മുഴുവൻ നശിക്കാൻ ഇടവരും. അതുകൊണ്ട് അതിനെ ഇടവരുത്തരുത്. ഭവദ്ഭിർഗൗരവങ്കുലം വൃതിനം നാർഹതി പ്രാപ്തും. അതുകൊണ്ട് ഗുരുവിൻ്റെ കുലത്തെ നശിപ്പിച്ച് അവർക്ക് ദുഃഖമുണ്ടാക്കാൻ പാടില്ല നിങ്ങൾ. മറിച്ചോ അഭീഷ്ണശഃ പൂജ്യം വന്ദ്യഞ്ച ഭവതി. ഗുരുവിൻ്റെ വംശത്തിന് യാതൊരു തരത്തിലുള്ള കഷ്ടവും ക്ലേശവും ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ വംശത്തിലുള്ളവരെയും വന്ദിക്കുകയും പൂജിക്കുകയും ചെയ്യും വേണം നിങ്ങൾ. ഇതാണ് ധർമ്മം. അതിന് മറിച്ചാണിപ്പോൾ അങ്ങ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഇവൻ അഴിച്ചുവിടും. ഇപ്പോൾ അഴിച്ചുവിടുന്നതിനുള്ള മോചിപ്പിക്കാനുള്ള യുക്തികൾ പറയും ഓരോന്നോരോന്നായിട്ട്. മൂന്നാമത്, മാരോദീതസ്യ ജനനി ഗൗതമീ പതിദേവത യഥാഹം മൃതവത്സാർത്താരോദിമ്യശ്രുമുഖീമുഹു. കുട്ടികൾ മരിച്ച ഒരമ്മയ്ക്ക് എത്ര ദുഃഖമുണ്ടെന്ന് അറിഞ്ഞവളാ ഞാൻ. എൻ്റെ 5 മക്കൾ മരിച്ച ദുഃഖം ഞാൻ അനുഭവിക്കണമല്ലോ. താങ്ങാത്ത സങ്കടമാണ് അല്ലേ? ആ അമ്മയ്ക്കോ കൃപിക്കോ ഭർത്താവ് മരിച്ച ദുഃഖം
അതൊന്നും പുറത്ത് കടന്നിട്ടില്ല, എത്ര ദിവസമായിട്ടില്ല അല്ലേ? അതേ പുറമെ ഏക വീര പരാക്രമശാലിയായ മകനും കൂടി മരിച്ചു, അവനെയും കൂടി കൊന്നു കേട്ടാൽ എത്ര ദുഃഖം ഉണ്ടാവും? ആ ദുഃഖം ആ ദേവി അനുഭവിക്കാൻ ഇടവരാൻ പാടില്ല പറയാം. അതാ മൃതവത്സ ആർത്ത അഹം അശ്രുമുഹി യഥാ. എങ്ങനെയാണോ ഉണ്ണികൾ മരിച്ചതുകൊണ്ട് അത്യന്തം ദുഃഖാർത്തയായി കണ്ണീരും കയ്യുമായിട്ട് ഞാനിരിക്കണത്, തഥാ അസ്യ ജനനി പതിദേവത ഗൗതമി മാരോരി. അപ്രകാരം ഞാനിന്ന് കരയുന്ന മാതിരി, പുത്രദുഃഖം കൊണ്ട് കരയണ മാതിരി ആ ഗൗതമഗോത്രത്തിൽ പിറന്ന ഇവൻ്റെ മാതാവായ ആ സാധ്വിയായ പതിവ്രതാരത്നമായ അകൃപി ദുഃഖിക്കാനും സങ്കടപ്പെടാനും ഇടവരാൻ പാടില്ല. അതാണ് ധർമ്മം. തൻ്റെ ദുഃഖം പോലെ മറ്റൊരാളുടെ ദുഃഖം എന്ന് വിചാരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കാണ്ടിരിക്കാൻ പറ്റുക അല്ലേ? സമമായത് കാണുന്നത്. ഇങ്ങനെ പറയണമെങ്കിൽ ഈ പാഞ്ചാലിയുടെ ആ സംസ്കാരത്തിൻ്റെ ഒരു ഉത്കൃഷ്ടത തിരിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൽ നടക്കണ കാര്യങ്ങളൊക്കെ തിരിച്ചു നോക്കണം. പകരം അയ്യോ എന്താണ് ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക് പഠിക്കേണ്ടതാണ്. അല്ലെങ്കിലോ ഇവരെ ദ്രോഹിച്ചു വെച്ചാൽ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക്? യൈ കോപിതം ബ്രഹ്മകുലം രാജന്യൈഹി അകൃതാത്മഭിഹി തത്കുലം പ്രദഹത്യാശു സാനുബന്ധം ശുചാർപ്പിതം. അപ്പോൾ ഒരു കാരണവശാലും ആ ഗുരുവന്റെ വംശത്തിന് യാതൊരു തരത്തിലുള്ള ദുഃഖവും കഷ്ടവും ഉണ്ടാകാൻ പാടില്ല. അവർ ആരാധ്യന്മാരാണ്, സർവാത്മന വന്ധ്യന്മാരാണ്, പൂജാർഹന്മാരാണ്. ആ ദേവി ദുഃഖിക്കാൻ പാടില്ല. മാത്രമല്ല പിതാവും പുത്രനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതുകൊണ്ട് ഇവനെ ദ്രോഹിക്കുന്നത് ഗുരുനിന്ദയ്ക്ക് സമാനമാകും. അതുകൊണ്ട് അങ്ങനെ അത് വരാതിരിക്കാൻ ഇവനെ അഴിച്ചുവിടണം. മാത്രമല്ല മറിച്ചായാലോ യൈ കോപിതം ബ്രഹ്മകുലം രാജന്യേഹി അകൃതാത്മഭിഹി അജിതാത്മഭിഹി. അതായത് ഇന്ദ്രിയ നിയന്ത്രണവും മനോനിയന്ത്രണവും ഒന്നും ഇല്ലാത്ത അവിവേകികളായിട്ടുള്ളതായ രാജാക്കന്മാര് ബ്രാഹ്മണരുടെ മാഹാത്മ്യം മനസ്സിലാക്കാതെ അതിനുള്ള വേണ്ടത്ര ബുദ്ധിയും വിവേകവും പക്വതയും ഇല്ലാതെ ആ ബ്രാഹ്മണരെയും ബ്രാഹ്മണകുലത്തെയും ദ്രോഹിച്ചാൽ അവരുടെ കോപം ഈ ക്ഷത്രിയന്റെ വംശത്തെ പാടെ നശിപ്പിച്ചു കളയും. ഇതാണ് ആശയം. പ്രദഹതി ആശു തത്കുലം. തത്കുലം ചാലോ അവരുടെ കുലം, വംശം. ആരെ? ക്ഷത്രിയന്റെ വംശം. ആശു ഉടനെ മുഴുവനും ഉടനെ പ്രദഹതി പ്രകർഷേണ ദഹതി ദഹിച്ചു പോവും. എന്തുകൊണ്ട്? ആ ബ്രാഹ്മണ ശാപം കൊണ്ട് അവരുടെ ദുഃഖം ശാപമായി വരും. അതുകൊണ്ട് ആരങ്ങനെ ചെയ്യാം? അകൃതാത്മഭിഹി, ആത്മനിയന്ത്രണമോ വിവേകമോ അതുപോലെ ബ്രാഹ്മണ നിന്ദയുടെ ദോഷം മനസ്സിലാക്കാനുള്ള വിവേകമോ ഒന്നുമില്ലാത്ത ഏത് രാജാക്കന്മാരാണോ ക്ഷത്രിയന്മാരാണോ ആ ബ്രാഹ്മണകുലത്തെ ദ്രോഹിക്കുന്നത്, അവരുടെ കോപത്തിനും അവരുടെ ദുഃഖത്തിനും പാത്രീഭൂതരായി തീരുന്നത് അവരുടെ ശോകം ശുചാർപ്പിതം, അവരുടെ ആ ശോകം ഇവരുടെ വംശം നശിക്കാൻ കഴിയാകുന്നത്. സീതാദേവിയുടെ ശോകമാണത്രേ ലങ്കാദഹനത്തിന് കാരണമായ എന്നാ കവി പറയാം. സീതാദേവി അത്രയധികം ദുഃഖിച്ചുല്ലേ രാവണനെ അപഹരിച്ചുകൊണ്ടേ പീഡിപ്പിച്ചപ്പോൾ. ആ ശോക അഗ്നി ലങ്കയെ ചുട്ടുപൊട്ടിച്ചു ഹനുമാൻജി മുഖാന്തരം എന്നാണ്. അപ്പോൾ സജ്ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സത്വഗുണസമ്പന്നന്മാരായ ആൾക്കാർ, പരമശാന്തന്മാരും സാത്വികരും അങ്ങനെയുള്ള ഉത്കൃഷ്ടന്മാരായ ആ ആൾക്കാരെ നമ്മൾ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്താൽ അവർ ശപിക്കൊന്നും വേണ്ട. അവരുടെ മനസ്സ് വേദനിച്ചാൽ അവരുടെ ദുഃഖം ശാപമായി അത് ചെയ്തവർക്ക്, ഇപ്പം ക്ഷത്രിയൻ ബ്രാഹ്മണൻ എന്നൊക്കെ ഉള്ളവരിക്കട്ടെ, ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശാന്തന്മാരും സാത്വികന്മാരും നോബിൾ ഹാർട്ടഡ് പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഇന്നത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ. അത്തരത്തിലുള്ള ആൾക്കാർക്ക് തന് മനധന് യാതൊരു തരത്തിലുള്ള ദ്രോഹം നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്താൽ തീർച്ചയായിട്ടും അത് ചെയ്തവരുടെ നാശത്തിനും അവർക്ക് കഷ്ടത്തിനും കാരണമാവും. അതുകൊണ്ട് ബുദ്ധിമാന്മാരായ ആളുകൾ, വിവേകികളായ ആളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ശാസ്ത്രഭാഷയെ പറഞ്ഞ ബ്രഹ്മ തേജസ് ക്ഷത്രിയ കുലത്തെ ശലഭം അഗ്നിയിൽ വീണ് ദഹിക്കും കണക്കെ നശിപ്പിച്ചു കളയും, അങ്ങനെയാണ് പറയാ. ക്ഷത്രിയന് അധികാരത്തിൻ്റെ ശക്തിയുണ്ട്, അവനോ തപസ്സിൻ്റെ ശക്തിയുണ്ട്.
ബ്രാഹ്മണന്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? പഠിപ്പിക്കണം. ഇവനെ മര്യാദയ്ക്ക് അഴിച്ചു വിടണമെന്നല്ല, ഇല്ലെങ്കിൽ നമുക്കിന്ന് നാശം ഉണ്ടാവും, നമ്മുടെ വംശം നശിച്ചു പോകാനിട വരും. അതുകൊണ്ടും അഴിച്ചു വിടുന്നു. ഇത് കേട്ട സമയത്ത് സൂതൻ പറയാണ്, സൂതനാണല്ലോ നവവിശാരണത്തിൽ മഹർഷിമാരോട് പറയണത്, ഇപ്രകാരം അല്ലയോ ശൗനകാദി മഹർഷിമാരെ, ധർമ്മവും ന്യായവും കരുണ നിറഞ്ഞതും സത്യമായതും സമഭാവനയോടുകൂടിയതുമായ മഹത്തായ വാക്കുകൾ ദേവി പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അറിവുള്ളവരൊക്കെ അതിനെ ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞ് അതിനെ വാഴ്ത്തി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അടക്കം. നോക്കണം, കുറച്ച് നേരത്തെ അർജുനനോട് ഇവൻ ആദായിയാണ്, ഒരു വിട്ടുവീഴ്ചയും വേണ്ട, ഇവനെ കൊണ്ടോണ്ട കാര്യമേ ഇല്ല, ഇവൻ്റെ തലവെട്ടി കൊണ്ടുപോകാൻ നമുക്ക് എന്ന് പറഞ്ഞ കൃഷ്ണനടക്കം ഇപ്പൊ പാഞ്ചാലി പറഞ്ഞതിനെ പുകഴ്ത്തിയത്. നോക്കണം, നോക്കൂ. ധർമ്മ്യം ന്യായം സകരുണം നിർവ്യളീകം സമം മഹത് രാജാധർമ്മസുതോ രാജ്ഞാഃ പ്രത്യരന്തത് വജോ ദ്വിജാഹ. ഹേ ദ്വിജാഹ. ദ്വിജാഹ എന്ന് പറഞ്ഞാൽ അവിടെ നൈമിശാരണത്തിലെ മഹർഷിമാരെയാണ്, ബ്രാഹ്മണരെയാണ്. മഹർഷിമാരെ, ശൗനകാദി മുനീശ്വരന്മാരെ, ദേവിയുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരുന്നു? ധർമ്മ്യം, ധർമ്മനിഷ്ഠമായതായിരുന്നു. ന്യായം, ന്യായമായതായിരുന്നു. സകരുണം, അതിൽ കരുണയുണ്ടായിരുന്നു. നിർവ്യളീകം, ചില വ്യാജമല്ലാത്തത്, നിർവ്യാജം, പരമാർത്ഥം, സത്യം. സമം, സമഭാവന, സമത്വത്തെ പ്രകടമാക്കുന്നതായിരുന്നു. മഹത്ത്, അതിമഹിമയേറിയതായിരുന്നു. അങ്ങനെയുള്ള ആ വാക്കുകൾ കേട്ടപ്പോ രാജാ ധർമ്മസുത, മഹാരാജാ ധർമ്മസുതൻ, ധർമ്മദേവന്റെ പുത്രൻ ആരാ? ധർമ്മരാജാവ്, ധർമ്മപുത്രൻ. ധർമ്മപുത്രൻ അത് കേട്ട ഉടനെ ദേവിയുടെ ആ വിധി, ശരിക്കും പറഞ്ഞാൽ വിധിയാണല്ലോ, പാഞ്ചാലിയുടെ വിധി കേട്ട ഉടനെ അതിനെ മുക്തകണ്ഠം പ്രശംസിച്ചു ധർമ്മപുത്ര മഹാരാജാവ്. അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ധർമ്മപുത്രൻ മാത്രമാണോ? അല്ല, ഇനി ആരൊക്കെ? നകുല സഹദേവശ്ച യുധാനോ ധനഞ്ജയഃ ഭഗവാൻ ദേവകീപുത്രഃ യേ ചാന്യേയാശ്ച യോഷിതഃ. നകുലനും സഹദേവനും, യുധാനൻ, യുധാൻ സാത്വിക മന്ത്രി, ഭഗവാന്റെ മന്ത്രി. അർജുന, ധനഞ്ജയ, അർജുനൻ. ഇവരും ഭഗവാൻ ദേവകീപുത്രഃ, ദേവകീപുത്രനായ ശ്രീകൃഷ്ണനും. ഏജ അന്യേയാശ്ചയോഷിത, പിന്നെ അവിടെയുള്ള മാന്യന്മാരായ മഹാന്മാരായ മറ്റു സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ആ പാഞ്ചാലിയുടെ സന്ദർഭോചിതമായ ധർമ്മയുക്തമായ വാക്കുകളെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. അപ്പൊ പറയുക, സാധാരണ പറയുക, നമ്മുടെ വാക്കുകളിൽ ഈ 6 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. പറയണ വാക്കുകൾ 6 ഗുണങ്ങളോട് നടന്നതായിരിക്കണം. പക്ഷെ നമ്മുടെ ഇന്നത്തെ വാക്കുകളിൽ ഇതിൽ എത്ര ഗുണമുണ്ടോ എന്ന് കണ്ണെന്നറിയണം അല്ലേ? എങ്കിലും ശാസ്ത്രം പറയാം അങ്ങനെയാ. ഏതൊക്കെ ഗുണങ്ങളാ ഇവിടെ പറഞ്ഞ 6 ഗുണങ്ങൾ? എന്താ? ധർമ്മം, നമ്മൾ പറയണ വാക്ക് ധാർമ്മികമായിട്ടുള്ള വാക്കുകളാവണം. ന്യായം, കരുണയുള്ളത്, കരുണയോടുകൂടി. അതുപോലെ സത്യമായിരിക്കണം. സമഭാവനയുള്ളതാവണം. അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് പറയേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ദേവിയുടെ ഈ വാക്കുകളിൽ ഇതൊക്കെ, ഈ 6 ഗുണം എവിടെ തെളിഞ്ഞു കണ്ടത്? ഈ ശ്ലോകത്ത് നോക്കൂ. മുച്ഛതാം മുച്ഛതാം, ഉടനെ മോചിപ്പിക്കൂ, ഉടനെ വിടൂവനെ എന്ന് പറഞ്ഞില്ലേ? അത് ധർമ്മം, ധർമ്മമാണ്. എന്താ കാരണം? രാമണൻ ഒരിക്കലും ശരഹത്യ ശിക്ഷ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതെ. രണ്ടാമത്, അങ്ങയുടെ ഗുരുനാഥൻ തന്നെയാണ് ഈ പുത്രരൂപത്തിൽ വർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവനെ കൊല്ലുന്നത് ഗുരുവിനെ നിന്ദിക്കുന്ന തുല്യമാണ് എന്ന് പറഞ്ഞില്ല, അത് ന്യായമാണ്. പിന്നെ പറഞ്ഞു ആത്മനോർത്ഥം, ആ ഈ ശാസ്ത്രങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിച്ച ആ ഗുരുനാഥൻ്റെ പകുതി ശരീരം കൃപിയുടെ രൂപത്തിൽ കൃപി ജീവിച്ചിരിക്കണോ എന്ന് പറഞ്ഞത് കരുണയാണ്. ധർമ്മജ്ഞ, അങ്ങ് ധർമ്മം അറിയുന്നവൻ മഹാനാണ്, അതുകൊണ്ട് ഈ അധർമ്മം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതോ സത്യം. അത് വാസ്തവമാണ്. അർജുനൻ ധർമ്മം അറിയുന്നവനാണ്. ഇനി 5 മക്കൾ മരിച്ച അമ്മയുടെ ദുഃഖം അനുഭവിക്കുന്നവളാണ് ഞാൻ, ആ എന്നെമാതിരി ഈ മകൻ മരിച്ച ആ അമ്മ കരയാതിരിക്കട്ടെ എന്ന് പറഞ്ഞതോ സമത്വം. രണ്ടുപേരും സമത്വം കാണിക്കുക എന്നർത്ഥം. അല്ലാത്ത പക്ഷം
ഇതൊന്നും നോക്കാതെ ഇവനെ ശിക്ഷിച്ചാലോ ആ ബ്രാഹ്മണ കോപം നിങ്ങളുടെ രാജവംശത്തെ മുഴുവനും ദഹിപ്പിച്ചു കളയും എന്ന് പറഞ്ഞത് ഉപദേശമാണ്. ധർമ്മം ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് അത് മഹത്വം ശ്രേഷ്ഠമായത്. ഇങ്ങനെ 6 ഗുണങ്ങൾ ദേവിയുടെ വാക്കിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ധർമ്മം അറിയുന്ന എല്ലാവരും അതിനെ അനുമോദിച്ചു. പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കണ്ടായിരുന്നു ഏട്ടൻ ഭീമസേൻ. അദ്ദേഹത്തിന് മാത്രം ഇത് പിടിച്ചില്ല എന്നർത്ഥം. അദ്ദേഹം ചാടി വീണോണ്ട് പറഞ്ഞു, തത്രാഹമർഷിതോ ഭീമഃ തസ്യ ശ്രേയാൻ വദസ്മൃതഃ ന ഭർത്തുർനാത്മനശ്ചാർത്ഥേ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥാ. ഭീമസേനെ അനുമോദിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ എതിർക്കുകയും ചെയ്തു. എന്നിട്ടോ അവനെ പേടിച്ച് കൊല്ലാൻ പുറപ്പെട്ടു എന്നർത്ഥം. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഭീമസേൻ്റെ അവൻ്റെ കഥ കഴിക്കും എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു പാഞ്ചാലിയെ തടയാനും. എന്താ പറയാണ്, അമർഷി തത്ര ഭീമഃ. ആ സമയത്ത് അവിടെ ഭീമസേൻ അമർഷം കൊണ്ട്, ദ്വേഷം കൊണ്ട്, ക്രുദ്ധനായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യസ് സുപ്താൻ ശിശൂൻ. ഉറങ്ങിക്കിടക്കുന്നതായ കുട്ടികളെ സ്വന്തം കൊന്നതുകൊണ്ട് വല്ല തൻ്റെ സ്വാമിക്ക് വല്ല നേട്ടം ഉണ്ടായോ? സ്വന്തം സ്വാമിക്ക് വേണ്ടിയല്ല ഇവന് വല്ല ഗുണമുണ്ടായോ? ഈ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ കൊന്നതുകൊണ്ട് ദുര്യോധനന് വല്ല ലാഭം ഉണ്ടായോ? ഇല്ല. ഇവന് വല്ല ലാഭം ഉണ്ടായോ? ഇല്ല. അവരോനും അതുപോലെ എൻ്റെ സ്വാമിക്ക് 2 കൂട്ടർക്കും പ്രയോജനമില്ലാതെ വെറുതെ കൊന്നുവൻ. അതുകൊണ്ടോ എന്നാ ഭർത്തുവിന് ഭർത്താവിന് സ്വാമിക്ക്, യജമാനന്, ദുര്യോധനന്. അശ്വത്ഥമാവിൻ്റെ സ്വാമി ആരാ? യജമാനൻ ദുര്യോധനൻ. ഭർത്തുഹു എന്നർത്ഥ പ്രയോജനമില്ല. എന്നാ ആത്മന അവനവന് പ്രയോജനം ഉണ്ടായോ? അശ്വത്ഥമാവിന് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? ഇല്ല. അശ്വത്ഥമാവ് ഇവർ നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, അവർക്കും പ്രയോജനമില്ല. അങ്ങനെയുള്ള കുട്ടികളെ വൃഥായോഹൻ, ഇവൻ കൊന്നത് വെറുതെയായി, വൃഥാവിൽ കൊന്നു അല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള അവൻ്റെ വധം അവന് തന്നെ ശ്രേയസ്കരമാണ്. അവനവനോ തൻ്റെ യജമാനോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും പ്രയോജനം ഉണ്ടാവണ്ടേ? എന്നാലും അവനവൻ്റെ യജമാനന് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ അവനവന് ഗുണം ഉണ്ടാവണം. നമുക്ക് 2 കൂട്ടർക്കും ഗുണമില്ലാത്ത വെറുതെ പ്രവൃത്തിയാവാൻ പാടുമോ? ഇവൻ ചെയ്ത ഈ വധം അങ്ങനെയായി. അതുകൊണ്ടോ ഇവനെ കൊല്ലുന്നത് വെറുതെ വിടല്ല വേണ്ടത്, ഇവനെ കൊല്ലണം വേണ്ടത്. ഇവനെ കൊല്ലണതാണ് ഇവന് ശ്രേയസ്കരം എന്ന്. അതിൻ്റെ കാരണം പറഞ്ഞല്ലോ, പാപം ചെയ്ത ആളെ ശിക്ഷിച്ചില്ലാച്ചാൽ, രാജാവ് ശിക്ഷിച്ചില്ലാച്ചാൽ എന്തുണ്ടാവും? മരണാനന്തരം യമൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇവിടെ അനുഭവിച്ച പിന്നെ അവിടെ യമൻ്റെ കയ്യിൽ നിന്ന് കൂടാണ്ട് കഴിക്കാം. മനസ്സിലായില്ലേ? നിശമ്യ ഭീമവചനം ദ്രൗപദ്യാച ചതുർഭുജഃ ആലോക്യവദനം സഖ്യുഃ ഇദമാഹ ഹസന്നിവ. വളരെ വിശേഷപ്പെട്ടൊരു വിഷയം പറയാം ഇവിടെ. ഭീമവചനം നിശമ്യ. ഭീമസേനന്റെ ഈ ആക്രോശിച്ചുകൊണ്ടുള്ള ചാടി വീഴലും ബഹളമൊക്കെ കേട്ടു. ആര്? കാണും കേൾക്കും ചെയ്തു അർജുനൻ. കൃഷ്ണനും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ദ്രൗപദ്യാശ, ദ്രൗപദി ഇവനെ രക്ഷിക്കാൻ പാടില്ല, വെറുതെ വിടണമെന്ന് പറയണം, അതും കേട്ടു. എന്നിട്ടോ ആകപ്പാടെ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ധർമ്മസങ്കടത്തിലായി അർജുനൻ. പത്നിപുരം അഴിച്ചു വിടണം, എല്ലാവരും അതിനെ അനുമോദിച്ചത്. പാടില്ല എന്ന് ഭീമസേൻ, കൊല്ലണമെന്ന്. ധർമ്മസങ്കടത്തിലായി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ സംശയിച്ചു നിൽക്കുന്ന ആ അർജുനനെ കണ്ടു. മാത്രല്ല ഭഗവാൻ കൃഷ്ണൻ, അതുവരെ 2 കൈ ഉണ്ടായ കൃഷ്ണൻ ഉടനെ ചതുർഭുജ കൃഷ്ണനായിട്ട് മാറിയത്രേ. ചതുർഭുജ. അതെന്താ? ഭഗവാൻ കണ്ടു ഭീമസേനൻ എന്തും പറഞ്ഞുകൊണ്ട് ഗദയെടുത്തുകൊണ്ട് അവനെ കൊല്ലാൻ പോവുക. പാഞ്ചാലി ഉടനെ തടയാനും. അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു മനസ്സിലായി. അതുകൊണ്ട് പിടിച്ചു മാറ്റി വേണ്ടി വരും. അതുകൊണ്ട് ഭഗവാൻ 2 കൈ പോരാച്ച് 4 കൈയുള്ളവനായിരുന്നു. എന്നിട്ടോ സഖ്യു വദനം ആലോക്യ. അയ്യോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ സന്ദർഭത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സഖാവിടെ ആരാ? അർജുനൻ. കൃഷ്ണന്റെ സഖാവല്ലേ? അർജുനന്റെ സഖാവായ അർജുനന്റെ മുഖത്ത് നോക്കി ഭഗവാൻ. എന്നിട്ടോ ഹസന്നിവ, ചിരിക്കുന്നവനെ മാതിരി, പുഞ്ചിരിക്കുന്നവനെ മാതിരി ഭഗവാൻ അർജുനോട് പറയുകയും ചെയ്യുന്ന അർത്ഥം. ഭഗവാൻ പറഞ്ഞു എങ്ങനെയാണ് ഈ രംഗത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ഇനി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അർജുനൻ ധർമ്മസങ്കടത്തിലാവാൻ എന്താ കാരണം? പറഞ്ഞ എല്ലാ ന്യായവും ഇവനെ ശിക്ഷിക്കാൻ പാടില്ല എന്നാലേ 6 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അർജുനനെ അശ്വത്ഥമാനെ ശിക്ഷിക്കാൻ പാടില്ല. പക്ഷേ ഭീമൻ എതിർക്കുകയും ചെയ്തു. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത്. അപ്പോൾ ഭഗവാൻ വഴി പറഞ്ഞു കൊടുത്തു. ബ്രഹ്മബന്ധുർന ഹന്തവ്യ ആദതായി വദാർഹണ മയാവ ഉഭയമാമ്നാദം പരിവാഹി അനുശാസനം. ഭഗവാൻ പറയാണ്, ബ്രഹ്മബന്ധുർ ന ഹന്തവ്യ. ബ്രാഹ്മണൻ എത്ര വലിയ മഹാപാപം ചെയ്താലും,
എത്ര വലിയ അധമനായാലും എത്ര വലിയ തെറ്റ് ചെയ്താലും അവനെ തല വെട്ടിക്കൊല്ലാൻ പാടില്ല അത്രേ. അവൻ വധാർഹനല്ല. വധശിക്ഷയ്ക്ക് അർഹിക്കുന്ന തെറ്റ് ഒരു ബ്രാഹ്മണൻ ചെയ്തു എന്ന് വെച്ചാൽ പോലും അവൻ ബ്രാഹ്മണനായതുകൊണ്ട് തന്നെ അവനെ വധിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ അതേ സമയത്തോ വേറൊരു വിധി, ആദതായി വധാർഹണ. ആദതായി എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ 6 ദോഷങ്ങൾ ചെയ്ത ആള് വേദാന്ത ശാസ്ത്രങ്ങൾ അഭ്യസിച്ച ബ്രാഹ്മണനായാലും അവൻ മാരകായുധമായിട്ട് നേരിടുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികളെ ദ്രോഹിക്കുക ഇമാതിരി ഉറങ്ങണവരെ കൊല്ലുക അല്ലെങ്കിൽ തീവയ്ക്ക് ഇത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അവനെ എത്ര വലിയ ബ്രാഹ്മണനായാലും വിരോധമില്ല, കണ്ട അപ്പ കൊല്ലാം, വീണ്ടും വിചാരമില്ലാതെ. ഇത് രണ്ടും മയായവ ഉഭയം ആമനാദം. ഇത് രണ്ടും എൻ്റെ വാക്ക. ആമനാദം വേദം, ശാസ്ത്രം ഭഗവാന്റെ വാക്കാണല്ലോ. ഇത് ശാസ്ത്രത്തിലൂടെ ഈ 2 വിധിയും മയായവ ഉദിതം, ഞാനാ പറഞ്ഞത്, എൻ്റെ വാക്ക. പരിമാഹി അനുശാസനം. അതുകൊണ്ട് ഈ 2 കൽപ്പനയും നീ വേണ്ട പോലെ പരിപാലിച്ചോളൂ എന്ന്. അപ്പോൾ വധാർഹനാണെങ്കിലും ബ്രാഹ്മണനായതുകൊണ്ട് കൊല്ലാൻ പാടില്ല. നേരെ മറിച്ച് വേദാന്ത ശാസ്ത്രങ്ങൾ വരച്ച ബ്രാഹ്മണനായാണെങ്കിലും ആയതായി ചെയ്യണോ അവനെ കൊല്ലും ചെയ്യാം. ഇനി ഭഗവാൻ പറയാ, കുരുപ്രതിശ്രുതം സത്യം യത്തൽ സാന്ത്വയതാ പ്രിയാം പ്രിയഞ്ച ഭീമസേനസ്യ പാഞ്ചാല്യ മഹ്യമേവജ. ഇനി ഇത് ചെയ്യണ നീ പ്രതിശ്രുതം സത്യം ഗുരു. പ്രിയയോട് പാഞ്ചാലിയോട് നീ എന്ത് പ്രതിജ്ഞ ചെയ്തോ അത് നീ സത്യാക്കണം. എന്താ പ്രതിജ്ഞ ചെയ്തത്? നിന്റെ പുത്രഘാതകന്റെ ശിരസ് ഞാൻ മുറിച്ചു കൊണ്ടുവരാം എന്നല്ലേ നമുക്കല്ലാന്നാ പറയണത്. അതുകൊണ്ട് പാഞ്ചാലിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നീ അശ്വത്ഥാമാവിന്റെ വധം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതുകൊണ്ട് അത് സത്യാക്കണം. പോരാ, ഭീമസേനസ്യ പാഞ്ചാല്യ മഹ്യമേവച പ്രിയം ഗുരു. ഭീമസേനും പ്രിയം ചെയ്യണം, ഭീമസേനും സന്തോഷാവണം, പാഞ്ചാലിക്കും സന്തോഷാവണം, എനിക്കും സന്തോഷാവണം. അപ്രകാരം വേണം നീ ചെയ്യാൻ. കൂടുതൽ കൺഫ്യൂഷൻ ആവില്ല ചെയ്യുക. എന്താ, ബ്രാഹ്മണൻ എത്ര തെറ്റ് ചെയ്താലും അവരെ കൊല്ലാൻ പാടില്ല. എന്നാൽ ബ്രാഹ്മണൻ ആദതായി ആണെങ്കിൽ അവൻ അപ്പ കൊല്ലും ചെയ്യാം. പാഞ്ചാലിയോട് നിന്റെ പുത്രനെ കൊന്ന ശത്രുവിനെ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സത്യാക്കണം. പിന്നെയോ ഭീമസേനും അഹിതമാവരും സന്തോഷാവണം. അപ്രകാരം ഭീമസേന് പ്രിയാവണം. വധിച്ച ഭീമസേൻ പാഞ്ചാലിക്ക് പ്രിയാവണം, എനിക്കും പ്രിയാവണം. പാഞ്ചാലിക്ക് പ്രിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? വെറുതെ വിടണം അല്ലേ? ഭീമസേന് പ്രിയാവണമെങ്കിലോ വധിച്ച പാഞ്ചാലിക്ക് പ്രിയാവുമോ? ഇല്ല. വധിക്കാതിരുന്ന ഭീമസേന് പ്രിയാവുമോ? ഇല്ല. ഭഗവാൻ എങ്ങനെയാ പ്രിയാവുക? ഇത് 2 നിർവഹിച്ചാലാണ് ഭഗവാന് പ്രിയാവുക. നോക്കണേ, അങ്ങനെ 2 നിർവഹിക്കുക. ബ്രാഹ്മണനാണെങ്കിൽ കൊല്ലാൻ പാടില്ല, പക്ഷേ ആദായിയാണെങ്കിൽ കൊല്ലും ചെയ്യാം. ഭഗവാന്റെ വാക്ക് ശാസ്ത്രവാക്കാ, അതുകൊണ്ട് അതിനും തെറ്റ് വരാൻ പാടില്ല. ആ രീതിയിൽ നീ ചെയ്തോളൂ. ഇതെല്ലാം ഒന്നിച്ച് നിർവഹിക്കണം. ഇത് കേട്ട ഉടനെ അർജുനൻ മഹാബുദ്ധിമാനും ധർമ്മനിഷ്ഠനൊക്കെയാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അതുകൊണ്ട് അർജുനന് ഭഗവാന്റെ ഇംഗിതം എന്താന്ന് മനസ്സിലായി. അർജുന സഹസാജ്ഞായ ഹരേഹാർദമദാസിന മണിഞ്ചഹാരമൂർധന്യം ദിശസ്യ സഹമൂർധജം. അർജുനൻ സഹസ ഉടനെ തന്നെ ഹരേഹേ ഹാർദം, ഹരിയുടെ ഹൃദയത്തിൽ ഉള്ളത് എന്താണെന്ന് ആജ്ഞായ മനസ്സിലാക്കി. ഭഗവാന്റെ ഉള്ളിൽ എന്താ, ഭഗവാന്റെ മനസ്സിൽ എന്താ ഇരിപ്പെന്ന് ശരിക്കും മനസ്സിലായി അർജുനന്. അതിന്റെ ഫലമായിട്ടോ അസിന വാളുകൊണ്ട് ദ്വിജസ്യ മൂർധജം, ആ ബ്രാഹ്മണകുമാരനായ ദ്രോണന്റെ പുത്രനായ അശ്വത്ഥാമാവിന്റെ മൂർധാവിലുണ്ടായിരുന്ന മണിംജഹാര, രത്നമുണ്ടായിരുന്നു അവരുടെ തലയിൽ. ആ രത്നത്തെ അപഹരിച്ചു എടുത്തു. പോരാ, മൂർധജം, മൂർധാവിൽ ജനിക്കുന്ന എന്താ? തലമുടി. മുണ്ടനം ചെയ്തു, തല മുട്ടയടിച്ചു എന്നർത്ഥം. അതൊരു അപമാനിക്കല. തല മുട്ടടിച്ച് നാട് കടത്തുക എന്നൊക്കെ പറയും. തേജോവധം എന്നും പറയും ഇല്ലേ? ഈ വധം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. തേജോവധം എന്ന് കേട്ടല്ലേ? സദസ്സിൽ വെച്ച് അവനെ അധിക്ഷേപിച്ച് അവമാനിച്ച് അവനെ പറഞ്ഞയക്കുക, സ്വത്ത് കണ്ടെത്തുക, പിഴയിടിക്കുക, തലമുണ്ടനം ചെയ്യുക, നാട് കടത്തുക. ഇങ്ങനത്തെ ശിക്ഷകൾ അത്രയും ബ്രാഹ്മണൻ തെറ്റ് ചെയ്ത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് കൊല്ലാൻ ഉള്ള പാപം ചെയ്താൽ പോലും കൊല്ലാൻ പാടില്ല. അതാണ് ശാസ്ത്രവിധി. അതാണ് ഭഗവാന്റെ വാക്ക് പറഞ്ഞത്, അതിന് വിരുദ്ധമാവാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടോ ഭഗവാന്റെ ഇംഗിതം അതാണ്. ഹരേഹെ ഹാർദം, ഹരിയുടെ ഹൃദയം, കൃഷ്ണന്റെ ഹൃദയം നല്ലോണം മനസ്സിലാക്കിയ അർജുനൻ എന്ത് ചെയ്തു? ആ ഭഗവാൻ എന്താ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ ചെയ്തു.
എന്തായാലും ഇവനെ എത്ര തെറ്റ് ചെയ്താലും വെട്ടിക്കൊല്ലാൻ തല ചെയ്യാൻ പാടില്ല. അതുകൊണ്ടോ മൂർധജം വെച്ചാൽ തലമുടിയൊക്കെ എടുത്തു വെച്ചാൽ മുടരം ചെയ്തു, തലയിലുണ്ടായ രത്നം എടുത്തു, സ്വത്ത് കണ്ടുകെട്ടി, അല്ലേ? അതിനുശേഷം അവിടുന്ന് അടി പറഞ്ഞയക്കുകയും ചെയ്തു, നാട് കടത്തി. ഇങ്ങനെ എല്ലാവർക്കും ഇപ്പം ഭീമസേനും സന്തോഷമായില്ലേ? കൊന്ന പോലെ ചെയ്തുല്ലോ. പാഞ്ചാലിക്ക് സന്തോഷമായില്ലേ? എന്നാൽ കൊന്നൂല്ല. അങ്ങനെ ഭഗവാന്റെ അഭിപ്രായം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു. വിമുച്ചരശനാബദ്ധം ബാലഹത്യാഹതപ്രഭം തേജസാ മണിനാഹീനം ശിബിരാത് നിരയാവയത്. ബാലഹത്യാഹതപ്രഭം, ഈ ശശുദ്ധാമാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ബാലഹത്യ, ബാലകുട്ടികളെ കൊന്നതുകൊണ്ട് ഹതപ്രഭം തന്റെ ബ്രഹ്മതേജസ് മുഴുവൻ നഷ്ടപ്പെട്ടവനും, രശനാബദ്ധം കയറുകൊണ്ട് കെട്ടപ്പെട്ടവനും, തേജസ്സാ മണിനാഹീനം തന്റെ തേജസ് നഷ്ടപ്പെട്ടു, തന്റെ ശിരസിലുണ്ടായ വിലമതിപ്പുള്ളതായ മണി നഷ്ടപ്പെട്ട് ആകെ അപമാനഭാരം താങ്ങിക്കൊണ്ട് അവിടുന്ന് പോയി, കട്ടഴിച്ചു വിട്ടു. ശിബിരാ നിരവയാ കട്ടഴിച്ച് അതിപ്പോഴും എന്നോട് കാണണ്ടെന്ന് പറഞ്ഞിട്ട് അർജുനൻ ആ കുടീരത്തുനിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പൊ തൻ്റെ എല്ലാവരെയും മുമ്പിൽ വഷളായി, ലഭ്യനായി, അവമാനിതനായി, തൻ്റെ ബ്രഹ്മതേജസ് പോയി, തൻ്റെ ശിരസിലെ രത്നവും പോയി, തലയും മുണ്ടനം ചെയ്ത് നാണക്കേടായിട്ട് ആ അശ്വത്ഥമാവിന് അവിടെ നിന്ന് പോണ്ടി വന്നു. ഇതന്നെ വലിയൊരു ശിക്ഷയല്ലേ? മാനികൾക്ക് പ്രത്യേകിച്ച് വലിയ ശിക്ഷയാണ് അല്ലേ? അതെ. ഇനി പറയണു, ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷയാണത്രേ ബ്രാഹ്മണന് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. വപനം ദ്രവിണാദാനം സ്ഥാനാർനിര്യാപണം തഥാ ഏഷ ഹി ബ്രഹ്മബന്ധൂനാം വധഃ ന അന്യോസ്തി ദൈഹികഃ. ദൈഹികഃ വധഃ ന അസ്തി. ദേഹവധം പാടില്ല. ബ്രാഹ്മണൻ അധർമ്മ പ്രവൃത്തികൾ ചെയ്താൽ അയാളുടെ ബ്രഹ്മബന്ധു, അയാൾ ബ്രാഹ്മണനല്ല, ബ്രാഹ്മബന്ധു, ബ്രാഹ്മണാധമനാണ്. അയാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? വപനം, വപനച്ചാൽ തലമുണ്ടനം ചെയ്യാം, മൊട്ടടിക്കുക. ദ്രവിണാധാനം, ദ്രവിണാധാനം എന്താ? സ്വത്ത് പിടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ കണ്ടുകെട്ടുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ? അല്ലെങ്കിൽ പേടിക്കുക, ഇന്നത്തെ ഭാഷ പറയുമ്പോൾ പേടിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കാണില്ലേ ഓരോ കുഴപ്പമുണ്ടാക്കിയ ആൾക്കാരെയൊക്കെ സ്വത്തൊക്കെ ഗവൺമെൻറ് സീസ് ചെയ്യാം അല്ലേ? ഇന്നിപ്പോൾ അങ്ങനെയല്ലേ? അവരുടെ അക്കൗണ്ടൊക്കെ സീസ് ചെയ്തു, പാസ്പോർട്ടൊക്കെ തടഞ്ഞു വെച്ചു, അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? ഇതൊക്കെ ഒരു തരം ഇന്നത്തെ ആൾക്കാർക്ക് നാണമില്ല മാനമില്ല, അത് വേറെ കാര്യം. പക്ഷെ അത് പൊതുവേ അതൊക്കെ നാണക്കേടാണ് അല്ലേ? പിന്നെയോ സ്ഥാനാനിര്യാപണം, സ്ഥാനഭ്രഷ്ടനാക്കുക, അധികാരത്തിന് അവനെ പിരിച്ചുവിടുക. അതൊക്കെ നാണക്കേടാണ്. അതൊക്കെ അങ്ങനത്തെ ശിക്ഷ പാടുള്ളൂ. ഇതാണ് ബ്രഹ്മബന്ധൂനാം വധഃ. ഇങ്ങനത്തെ വധം ഇതാണ് അവർക്ക് ബ്രാഹ്മണാധവന്മാർക്ക് കൊടുക്കേണ്ട വധം. അല്ലാതെ അന്യഹ ദൈഹിക വധ നാസ്തി. അല്ലാതെ ദേഹത്തെ കൊല്ലാൻ പാടില്ല, ദേഹവധം ചെയ്യാൻ പാടില്ല എന്ന് വിധിച്ചിട്ടില്ല ശാസ്ത്രം. എങ്ങനെ ആ രംഗം വേണ്ട പോലെ കൈകാര്യം ചെയ്തു അർജുനൻ. പുത്രശോകാതുരാ സർവേ പാണ്ഡവാ സഹകൃഷ്ണയാം സ്വാനാം മൃതാനാം യത്കൃത്യം ചക്രുഹു നിർഹരണാധികം. സർവേ പുത്രശോകാതുരാഹ, അവരെല്ലാവരും ദുഃഖിതരായി, ഒരാൾ പോലും സന്തുഷ്ടരായില്ല എന്നാണ്. എന്താ? പുത്രശോക ആതുര, മക്കള് മരിച്ച ദുഃഖം പാണ്ഡവരുടെ ഭാഗത്തായാലും ശരി കൗരവരുടെ ഭാഗത്തായാലും ശരി എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ആ മരിച്ചവർക്കൊക്കെ സഹകൃഷ്ണയ പജാലിയോടുകൂടി മരിച്ചുപോയ കുട്ടികളുടെയൊക്കെ സംസ്കാര കർമ്മങ്ങൾ, സ്വാനാമൃതാനാം മരിച്ച സ്വന്തക്കാർക്ക് വേണ്ടി നിർഹരാണിക ഉദകക്രിയാദി കർമ്മങ്ങളൊക്കെ മരണാന്തര കർമ്മങ്ങളൊക്കെ എന്നിട്ട് നിർവഹിക്കുകയും ചെയ്തു. ഈ അശ്വത്ഥാമാവ് വെറുതെ ചെയ്യുന്നില്ല. അശ്വത്ഥാമാവ് കുടിപ്പകയുടെ ആളാ. തന്നെ ഇങ്ങനെ എല്ലാവരും അവമാനിച്ചയച്ചില്ലേ, അതിന് പകരം വീണ്ടും പാണ്ഡവംശത്തെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നീ ബ്രഹ്മാസ്ത്രം അയക്കണു. ഉത്തര ഓടി വരേണ്ടതും ഉത്തരയെ ഭഗവാൻ രക്ഷിക്കണതും പിന്നീട് ഭഗവാൻ ആ ഉത്തരയുടെ ഗർഭത്തിൽ നിന്ന പരീക്ഷിത്താകാൻ പോകുന്ന കുട്ടിയെ തൻ്റെ യോഗശക്തി കൊണ്ട് കാത്തുരക്ഷിക്കുന്നതൊക്കെ ഉള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത മാസത്തെ ഇതിൽ കേൾക്കാം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ.
ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.